പറഞ്ഞുകൊണ്ടിരുന്നത് ചിന്തകളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടായിരുന്നു. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് ചിന്തയാണ് ശരിക്കും പ്രാർത്ഥനയായി മാറുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു നിസ്കാരപ്പായയിലോ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചിന്തകളാണ് ശരിക്കും പ്രാർത്ഥനകളായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക എന്നൊക്കെ പറയാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞു റോബിൻ ശർമ്മനെ കുറിച്ച്. റോബിൻ ശർമ്മ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും 2 പ്രാവശ്യം സംഭവിക്കുന്നുണ്ട്. ഒന്നത് യാഥാർത്ഥ്യത്തിലാണ്, റിയാലിറ്റി. മുമ്പ് അത് സംഭവിക്കുന്നത് നമ്മുടെ ചിന്തകളിലുമാണ്. ഓരോരുത്തർ ചിന്തിച്ച കാര്യത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സംഭവിക്കുന്നത്. അതിന് നമ്മൾ കുറേ ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളിലടക്കം നമുക്ക് ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. കൂടുതൽ ആളുകൾ ഇതിങ്ങനെ നെഗറ്റീവായ ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തന്നെ വീണ്ടും സംഭവിക്കാനാണ് നമ്മളെ ചുറ്റുപാടിൽ സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ എപ്പോഴും നല്ലതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം. അത് നമ്മുടെ മക്കളുടെ കാര്യത്തിലായാലും നമ്മളെ കാര്യത്തിലും തന്നെയാണ്. അപ്പൊ റോബിൻ ശർമ്മ പറഞ്ഞത് 2 കാര്യങ്ങളും മനസ്സിൽ സംഭവിക്കുന്നു, യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നതാണ്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചിന്തയാണത്. അപ്പൊ നമ്മുടെ ചിന്തകളൊക്കെ പ്രാർത്ഥനയാണ്. നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കാറുള്ളത്? നമ്മൾ ഇപ്പൊ ഇതൊരു പുതിയ ചെറിയ മക്കളുള്ള ഒരു പാരന്റിന് മാത്രമല്ല, അപ്പൊ ബദറുന്നിസ മാമിനെ പോലെയൊക്കെ വലിയ മുതിർന്ന മക്കളുള്ള പാരന്റ്സിനൊക്കെ ബാധകമാണ്. നമ്മളെ ചിന്തയിൽ നമ്മളെ കുട്ടികളെ കുറിച്ച് എന്താണ് വരാറുള്ളത്? തമാശക്കാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ചാൾ കൂടുമ്പോഴെങ്കിലും തമാശക്കിന്റെ പേരിലെങ്കിലും നമ്മുടെ വായിൽ നിന്ന് അറിയാതെ നമ്മളെ കുട്ടികളെ അതൊക്കെ ഇനി എന്താ ആവോ, എന്തേലും ആയാ കാണാം, നമ്മളൊക്കെ വയസ്സാവുമ്പോ നോക്കിയാ കാണാം, ഇങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള നെഗറ്റീവ് വൈബിലുള്ള ഡിസ്കഷൻ സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് തന്നെ സംഭവിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ശരിക്കത്. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ എന്ന് നമ്മൾ കഴിഞ്ഞൊരു ഫ്രീ സെഷന്റെ അകത്ത് പറഞ്ഞിരുന്നു. അതിനേക്കാളും ഉപരിയായി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്മളെ കുട്ടികളെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം. നമ്മളെ മനസ്സിൽ വരാം, നെഗറ്റീവ് തോട്ട്സ് വരും, സ്വാഭാവികമാണ്. പക്ഷെ എപ്പോഴാണോ അതാ ഞാൻ ഇപ്പൊ എന്താ ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എന്റെ കുട്ടിനെ കുറിച്ച് എന്തിനാ അപ്പൊ അങ്ങനെ എവിടെയോ വീണതോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ലേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ചില ഉപ്പമാരന്മാരെ ഇതൊക്കെ ആരപ്പാണോ ഒളിച്ചോടി പോണത്, ഓരോ കാലാവുമ്പോഴത്തേക്കും ഇവരെ ആരെങ്കിലുമൊക്കെ ഇപ്പൊ ചാടി വരും. ആ കുട്ടികൾ പ്രേമിക്കും. കാരണം എന്താ വെച്ചാല് നമ്മളിങ്ങനെ ബ്ലസ് ചെയ്തോണ്ടിരിക്കുക, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതേ പറയാ ഇതൊക്കെ ഇനി എന്ത് സ്വഭാവത്തിക്കാണ് നമ്മളിങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ നല്ല കാര്യങ്ങൾ പറയണില്ല? നല്ല കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയണില്ലല്ലോ. എന്റെ കുട്ടി ചിലപ്പോ വലുതാകുമ്പോ വലിയൊരാളാവും, വലിയൊരു കലക്ടർ ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും. നമ്മൾ അങ്ങനെ നല്ലത് പറയാം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ ഓവർ കോൺഫിഡൻസ് ആണെന്നാണോ? കോൺഫിഡൻസ് ആയതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ പറയാൻ മടിക്കുന്നത്. ശരിക്കും നമ്മൾ സംസാരിക്കേണ്ടത് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളെ കുറിച്ച് എന്നുള്ളതാണ്. എപ്പോഴും നമ്മളെ ചിന്തകളിലായാലും നമ്മുടെ സംസാരങ്ങളിലായാലും ഒക്കെ നമ്മളെ കുട്ടികളെ കുറിച്ച് വരുന്നത് പോസിറ്റീവായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തയെ കുറിച്ച് ചിന്തിക്കണം, നല്ലതാണ് ചിന്തിക്കേണ്ടത് വന്നാലും ഇതിൽ എന്തോ ഒരു നല്ലതുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികൾ എന്തോ കച്ചറ കളിക്കാണ് വിചാരിക്കാം, നമ്മൾ നല്ല മാനസികമായിട്ട് നമ്മളെ കുട്ടികൾ ണെന്ന് വിചാരിക്കാം. നമ്മൾ ചിന്തിക്കരുത് ഈ പ്രയാസം എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്, അതെന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പ്രയാസത്തിലൂടെ എന്തോ ഒരു കാര്യം എന്നെ പഠിപ്പിക്കാൻ എന്റെ സൃഷ്ടാവോ എന്താണ്? ചില ഉമ്മാര് പറയണേക്കാം കുട്ടികൾ ഭയങ്കര വികൃതിയാണ്, ഇന്നെ അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും, ഇന്നെ തല്ലും കുത്തും എന്നൊക്കെ. ആ കുട്ടി നമ്മളോട് അതിനറിയില്ല പറയാൻ, ആ കുട്ടിക്ക് അറിയൂല മിസ് ചെയ്യണം. നമ്മൾ തന്നെ ചിലപ്പോ വെറുതെ ഇരുന്ന് കരയൂലേ? ഇപ്പൊ നമ്മളെ ഹസ്ബൻഡൊക്കെ ചോദിക്കും ഈ എന്തിനാ അങ്ങനെ കരയണേ? ഒന്നുമില്ല എനിക്ക് സങ്കടം വരികയാണ്. അല്ലെങ്കിൽ ഈ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണം? ഒന്നുമില്ല എനിക്ക് എന്താ സങ്കടം ഉണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത എന്തോ ഒരു വിഷമമുള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ റിയാക്ഷൻസ് പലതും ആവാറുണ്ട്. ഇത്രയും വലുപ്പമുള്ള നമ്മളെ അതുപോലെ തന്നെയാണ് നമ്മളെ കുട്ടികളും. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത എന്തോ വിഷയം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോൾ അത് അവരെ സങ്കടമായിരിക്കും, പരിഗണന അത്രയും അധികം ആഗ്രഹിച്ചിട്ട് അവർ സങ്കടങ്ങളായിരിക്കും ചിലപ്പോ കുത്തിയും ദേഷ്യം വികൃതി കാണുന്നുണ്ടാവുക. ഏതായാലും നേരെ ടാസ്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഇന്നത്തത്. ആ ടാസ്ക് ഒന്ന് നോക്കിയിട്ട് ഫസ്റ്റ് ടാസ്ക് ഒന്ന് പറയോ? നോക്കണ്ടേ ഷാനശ്രീൻ?
ഫസ്റ്റ് ടാസ്കിലുള്ളത് ഹഗ് യുവർ എന്താണ്? കിഡ്സ് എവരി ഡേ. ഹഗ് യുവർ കിഡ്സ് എന്നായിരിക്കും ഹഗ് യുവർ കിഡ്സ് എവരി ഡേ. അല്ലെ? ഹഗ് യുവർ കിഡ്സ് എന്നാണ് ഫസ്റ്റ് ടാസ്ക്. ഫസ്റ്റ് ഹഗ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ പാരന്റ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള നമ്മളൊരു കണ്ണാടിയാണെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു ലൈറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് വരികയും അത് നേരെ നമ്മൾ നമ്മളെ കുഞ്ഞിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ശരിക്കും ദൈവികമായിട്ടുള്ള സ്നേഹം നമ്മൾ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുകയും അത് അതുപോലെ അത്രയും പ്യുവർ ആയിട്ട് നമ്മൾ നമ്മളെ കുഞ്ഞിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഉള്ളിൽ ആ കുഞ്ഞിനോട് സ്നേഹം തോന്നാനും കരുണ തോന്നാനും ദയ തോന്നാനും ഒക്കെ ദൈവം ഓൾറെഡി ഉള്ള എല്ലാ ഇൻസ്റ്റാളേഷനും ചെയ്തിട്ടാണ് ഒരു കുഞ്ഞിന് ഒരു അമ്മ ജന്മം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ സ്നേഹം നമ്മൾ ആത്മാർത്ഥമായ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മൾ നമ്മളെ കുഞ്ഞിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ എല്ലാ സ്നേഹത്തോടെയും നമ്മുടെ കുഞ്ഞിനെ ഹഗ് ചെയ്യാം. ശരിക്കും അതായത് വെറുതെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക മാത്രമല്ല, എത്രത്തോളം ആഴത്തിലുള്ള സ്നേഹം ആ ഒരു കെട്ടിപ്പിടുത്തത്തിനുള്ളിൽ ആ ഒരു ഹഗ്ഗിങ്ങിനുള്ളിൽ കുട്ടിയിലേക്ക് പാസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ അത്രയും സ്നേഹം ഫീൽ ചെയ്തുകൊണ്ട് ഹഗ് ചെയ്യാന്നുള്ളത്. ഇത് മാത്രം നിങ്ങൾ ഡെയിലി ത്രൂ ഔട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുട്ടികളില് നമ്മൾ അടിമകളേക്കും. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച്, കാരണം സ്നേഹമാണ് എല്ലാത്തിനും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്കും അവരെ കേൾക്കാനുള്ള മനസ്സുണ്ടാവും, നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് അവർക്കും ഉണ്ടാവും എന്നുള്ളതാണ്. സ്നേഹമാണ് രണ്ടിന്റെ ഇടയിലുള്ള ബോണ്ട് എന്നുള്ളത്. അപ്പൊ അത്രയും സ്നേഹം ദൈവം അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള സ്നേഹത്തിനെ അവരെ ഹഗ് ചെയ്യുന്നതിലൂടെ അത്രയും സ്നേഹം അവരിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ദിവസത്തെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ടാസ്ക് കിസ് ഓൺ ദ ഫോർഹെഡ് ഓഫ് യുവർ കിഡ് എന്നാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ നെറ്റിയില് ചുംബിക്കുക എന്നുള്ളതാണ്. നെറ്റി എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം, ഫോർഹെഡ് പറയാനുള്ള കാരണം, നമ്മുടെ നെറ്റിയിൽ ഇവിടെ മിറർ ന്യൂറോൺസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മ, ചിന്ത ഇതിനൊക്കെ സ്വാധീനിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബാണ്. ഈ ഫ്രണ്ട് പാർട്ടാണ് നമ്മുടെ ഇത്തരം ചിന്തകളെയും നമ്മുടെ ഓർമ്മകളെയൊക്കെ സ്വാധീനിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മിറർ ന്യൂറോൺസ് ഉള്ളത്. ഈ ഒരു ഭാഗത്തെ ന്യൂറോൺസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ കിസ് ചെയ്യുമ്പോ നമ്മളെ കുട്ടിന്റെ നെറ്റിയിൽ ഉമ്മക്കും, ആരുടെ നെറ്റിയിലാണെങ്കിൽ നമ്മൾ ഉമ്മ വെക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സ്നേഹമല്ലാത്ത മറ്റൊരു വികാരവും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരില്ല. ഇഫ് യു ആർ കിസിങ് ഓൺ ദ ഫോർ ഹെഡ്, നെറ്റിയിലാണ് ഇവിടെ നമ്മുടെ ഈ ഫോർ ഹെഡിന്റെ പറ്റുമ്പോ മൂന്നാം കണ്ണ് എന്നൊക്കെ പറയാം, പരമശിവന് മൂന്നാം കണ്ണുണ്ട് ഇവിടെ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു പൊസിഷനിൽ നമ്മൾ കിസ് ചെയ്യുകയാണെങ്കിൽ സ്നേഹം മാത്രമാണ് വരിക. അപ്പൊ ആ ഒരു സ്നേഹം ഫീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ നെറ്റിയിൽ കിസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ കിസ് ചെയ്യുമ്പോ നമ്മുടെ തലച്ചോറില് ഈ കുട്ടിയുടെ സ്നേഹം എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ തലയിൽ ഇങ്ങനെ തലോടില്ലേ. ഇതിന്റെ കാരണം എന്താണ്, ഇവിടെ ഈ ഭാഗത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ കുറി ചന്ദനം പോലുള്ള സാധനങ്ങളൊക്കെ തൊടുന്ന ഒരു രീതി വന്നത് പോലും ആ കൂൾനെസ് തലച്ചോറിന്റെ ഈ ഭാഗത്തെ കൂളാക്കുക എന്ന നിലയിലാണ്. ഇപ്പോ ഖുറാനിലൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കുടുംബ ചിന്തിക്കുകയും പാപം ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ കുടുംബ പിടിച്ച് ഞാൻ വലിക്കുന്നു, അങ്ങനെ എന്തോ ഒരു ആയത്തിന്റെ അർത്ഥം മുന്നേ എപ്പോഴോ പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു മനുഷ്യന്റെ. അപ്പൊ ഈ നമ്മുടെ തലയിൽ തലോടുമ്പോ നമ്മൾ ഒരാളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ തല നമ്മൾ ഇവിടെ അല്ല കൈ വെക്കുക, നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ ചേർത്തിട്ടാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് വെച്ച് അനുഗ്രഹിക്കുമ്പോ, കിസ് ചെയ്യുമ്പോ, തലോടുമ്പോ, നമ്മൾ നിസ്കാരം നമ്മൾ സുജൂത് ചെയ്യുമ്പോ വരെ ഈ ഭാഗമാണ് നമ്മൾ തറയിൽ തട്ടിക്കുന്നതാണ്. അപ്പൊ ഈ ഭാഗത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസുകളെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ നമ്മളെ കുഞ്ഞിന്റെ നെറ്റിയില് ആ ആ സ്നേഹം ഫീൽ ചെയ്തുകൊണ്ട് കിസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. നെക്സ്റ്റ് അടുത്ത ടാസ്ക് എന്താണ് അതിനകത്തുള്ളത്? ആ പറയൂ, പറഞ്ഞോളൂ. നോക്കണം. Discuss about their dreams and plans. ടാസ്ക് ഡിസ്കസ് അബൌട്ട് ദയർ ഡ്രീംസ് ആൻഡ് പ്ലാൻസ്. ഇത് ചെയ്യണമെങ്കിൽ നമ്മളെ ഹൃദയത്തിന് വല്ലാണ്ട് എന്ത് വേണം, വലിപ്പം വേണം എന്നുള്ള, നമ്മുടെ മനസ്സിന് വലിയ വലിപ്പം വേണം.
നമ്മുടെ കുട്ടികളുടെ ഡ്രീംസും പ്ലാൻസും കേൾക്കുക. തിരുത്താനോ അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് മറ്റേ പോലെ അങ്ങനെ പറഞ്ഞ് തിരുത്തി കൊടുക്കാനോ പറഞ്ഞ് നന്നാക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ലിസൺ ദെയർ ഡ്രീംസ്. അവരുടെ സ്വപ്നങ്ങള്, അവരുടെ ആഗ്രഹങ്ങള്, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വെറുതെ കേൾക്കാം. നമ്മൾ എത്രത്തോളം അവരെ കേൾക്കുന്നു അത്രത്തോളം അവർ നമ്മളെയും കേൾക്കാൻ തയ്യാറാവുന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ലിസൺ ദെയർ ഡ്രീംസ് ആൻഡ് പ്ലാൻസ്. നീ എന്തൊക്കെയാ ചെയ്യാൻ ഉദ്ദേശിച്ചത്? വലുതാവും അമ്മാന്റെ കുട്ടിക്ക് ആരാവാനാ? അപ്പൊ ആ കുട്ടി ചിലപ്പോ ഒരു ലക്കുലകാനില്ലാത്ത കാര്യം കേൾക്കാനും പറയണ്ടാവുക. ഇത് തന്നെ ചിറക് വെച്ചിട്ട് ഇങ്ങനെ പറക്കണം, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഇങ്ങനെ മറ്റേ വലിയ മലന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തിട്ട് അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളും കുട്ടികൾ പറഞ്ഞോട്ടെ. അപ്പൊ എന്റെ മോൻ പറയാ എനിക്ക് പോലീസ് ആവണമെന്നാ. അപ്പൊ അത് കേട്ടിട്ട് എന്റെ ചെറിയ മോള് പറയാ എനിക്ക് കള്ളനാവണമെന്ന്. കാരണം എന്താ വെച്ചാൽ പോലീസും കള്ളനാണല്ലോ കോമ്പിനേഷൻ. അന്ന് കരുതിയിട്ട് ആ കള്ളനാവണമെന്ന് പറയാൻ പാടില്ല, കള്ളൻ പറയലാന്നിപ്പത് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവിടെ നമ്മളെ പ്രസംഗത്തിന്റെയോ പ്രഭാഷണത്തിന്റെയോ ആവശ്യങ്ങളൊന്നും ഇല്ല. ആ തന്നെ അല്ലേ. അപ്പൊ കുറച്ചും കൂടി നല്ലത് എന്താവാനായിരിക്കും? വേറെ എന്തെങ്കിലും ആവാൻ പറ്റുമോ, എനിക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കൂടുതൽ ഡ്രീംസും പ്ലാൻസിനെയും കുറിച്ച് ചോദിക്കാന്നല്ലാതെ അവരെ തിരുത്താനോ അൻ്റെത് തെറ്റാണ് നല്ലത് ശരിയാണ് അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക ഒന്നും വേണ്ട. ജസ്റ്റ് കേൾക്കുക എന്നുള്ളതാണ്. വെറുതെ വെറുതെ കേൾക്കുക. നമ്മളെ കുഞ്ഞിന്റെ പ്ലാൻ എന്തൊക്കെയാണ്, എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെ വലിയ 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 ഡ്രീംസ് വളരെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ അവർക്ക് പറ്റുന്ന ആളുകളായി നമ്മൾ മാറുക എന്നുള്ളത്. ഇതൊരു ചെറിയ കുഞ്ഞിന്റെ കാര്യമോ ഒരു UP ലെവലിലെ കുഞ്ഞിന്റെ കാര്യമോ മാത്രമൊന്നുമല്ല. ഒരു വലിയ കുട്ടി നിങ്ങൾക്കുണ്ട്, ഒരു 10-34 വയസ്സായ ഒരു കുട്ടി നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കാം. ആ കുട്ടി എന്തായാലും എത്ര വലുതായാലും നിങ്ങളെ കുട്ടികൾ തന്നെയാണ്. എന്തൊക്കെയാണ് എന്റെ ഭാവി പരിപാടികൾ, എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഒക്കെ ഞാൻ ഈ എന്താണോ നല്ല പോലെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നടക്കൂട്ടോ എന്നൊന്ന് പറഞ്ഞു പോവാൻ ഒരാളെയാണ് കുട്ടികൾക്ക് ആവശ്യം. ആ സപ്പോർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ദെൻ അടുത്തത് വാട്ട്സ് ദെയർ ഫേവറേറ്റ് ഗെയിംസ് ഓർ പ്രോഗ്രാംസ്. അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ഏറ്റവും What ഫേവറേറ്റ് about ആയ the പരിപാടികൾ കാണുക conclusion? എന്നുള്ളതാണ്. ഇപ്പൊ ചില മോനെ പറയും ഏത് നേരം ഗെയിമാണ്. നമ്മൾ അവരെ കൂടെ ഇരുന്ന് അവരെ കൂടെ ഒരു ഗെയിം കളിക്കുക. ആ ഗെയിം എങ്ങനെയാണോ നിനക്ക് പറഞ്ഞു തരുമോ, ഇത് എവിടെ തൊട്ടാലാണ് ഷൂട്ട് ചെയ്യലാവല്, ഇത് എവിടെ തൊട്ടാലാണ്, അതായത് അവരുടെ ഇൻട്രസ്റ്റ് നമ്മുടെ കൂടെ ഇൻട്രസ്റ്റ് ആണ് എന്ന് അവരെ ഫീൽ ചെയ്യിപ്പിച്ചാൽ നമ്മളെ ഇൻട്രസ്റ്റ് അവരും കൂടെ ഏറ്റെടുക്കുന്നതാണ്. ഞങ്ങൾ നമ്മൾ ലുഡോ നമ്മുടെ കളിക്കും. ഉള്ളിൽ എന്തോ സാധനം ഇങ്ങനെ കുത്തി നിർത്താൻ നോക്കണോണ്ടാണ് കുട്ടികളെല്ലാം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണ അവസ്ഥയിലായി പോണത്. അത് മാറ്റി പിടിച്ചിട്ട് അവർക്ക് ചിലപ്പോ ചില കുട്ടികൾക്ക് നെറ്റ് സീരീസ് കാണാനായിരിക്കും ഇഷ്ടം. കുറച്ച് സമയം കണ്ടെത്തിട്ട് വാ നമുക്ക് രണ്ടാക്കും കൂടി എനിക്ക് ഇഷ്ടമുള്ളത് ഈ വീട് നമുക്ക് രണ്ടാക്കും കൂടി കാണാം എന്ന് പറഞ്ഞ് ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ട് കാണണം. അല്ലാതെ ഓഹോ ഇതൊക്കെയാണ് അപ്പൊ ഇത് കാണണത് അല്ലേ, ഇത് നോക്കിയാ എന്താണ് ആ കുട്ടി കാണിക്കണ എന്താണ്, അതിൽ ആ ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണ്, ഇതൊക്കെ കണ്ട എന്റെ സ്വഭാവം ഇങ്ങനെ ആവും, ഇങ്ങനെ അവിടെ പോയിട്ട് ഉപദേശത്തിന്റെ ക്ലാസ് എടുക്കാനല്ല, അതിന് മറിച്ച് എന്ത് ചെയ്യാനാണ്, അവരുടെ കൂടെ അവരുടെ ലെവലിലേക്ക് ഒന്ന് ഉയർന്നിട്ട് ഞാനൊരു ഉമ്മയാണ്, അപ്പൊ എനിക്ക് അവരെക്കാട്ടും കുറച്ചും കൂടി മെച്യൂരിറ്റി ഉണ്ട്, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ അവരെ കൂടെ ഒന്ന് കളിച്ചോക്കട്ടെ. അപ്പൊ എങ്ങട്ടാണ് ഈ കുട്ടീന്റെ പോക്ക് എന്നറിയാൻ ഒരു എന്താ പറയാ പോലീസിന്റെ ഡിറ്റക്റ്റീവിന്റെ മോഡിലൊന്നും ഇരിക്കണ്ട, പക്ഷെ എങ്കിലും അവരിൽ ഒരാളായി അവരെ കൂടെ ഇരിക്കാൻ ഒന്ന് ട്രൈ ചെയ്തു. അപ്പൊ അവര് ഞാനും മോനും കൂടെ കൂടുതൽ സമയം ലുഡോ കളിക്കും. ഗെയിമിലൊക്കെയാണ്, ഗെയിമാണ് കളിക്കണമെങ്കിൽ അവർ ഗെയിമിനെ കുറിച്ച് അവരോട് സംസാരിക്കാം. അപ്പൊ അവര് ഗെയിം അവിടെ മാറ്റി വെച്ചിട്ട് ഗെയിമിലുള്ള അവരെ പ്ലാനുകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കും. അതിലില്ലേ അതിൽക്കൂടി ഇങ്ങനെ പോയപ്പോ അങ്ങനല്ലേ ഇങ്ങനെ പോയപ്പോ ഞാൻ അങ്ങോട്ട് ഒരു വെടി വെച്ചപ്പോ അങ്ങോട്ട് മറിഞ്ഞു പോയിട്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കുട്ടീനെ സംസാരിപ്പിക്കുക നമ്മൾ. ആ ഫോണിൽ നിന്നും ഗെയിമിൽ നിന്നും അവർ മെല്ലെ മാറി വരും കേട്ടോ, നമ്മൾ പോലും അറിയില്ല, അവരത്രയും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകളെ കുറിച്ചോ അവരെ ഇഷ്ടപ്പെട്ട ഗെയിമുകളെ കുറിച്ച് അവരുടെ കൂടെ കളിക്കുകയോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. നെക്സ്റ്റ് ഡേ പ്ലാൻ ടാസ്ക് ആണ് കേട്ടോ. ഇവിടുത്തെ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും വരാൻ പോണില്ല, പക്ഷെ എല്ലാ ചേഞ്ചും അല്ലെങ്കിൽ എന്ത് മാറ്റവും നിങ്ങളെ കുട്ടികളിലും നിങ്ങളിലും കാണാൻ തുടങ്ങുക ഈ ടാസ്കുകൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ദെൻ അടുത്തൊരു ടാസ്ക് ഇതിനേക്കാളും നല്ല സെൽഫ് എസ്റ്റീമിൽ ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാല് ആം ഐ എ ഗുഡ് പാരന്റ്, ഹിയർ ദെയർ സജഷൻസ്. കുട്ടീനോട് ചോദിക്കണം ഞാനൊരു നല്ല ഉമ്മയാണോ, നിന്റെ സജഷൻ എന്താണ്. ആദ്യേ ഇങ്ങനെ ആലോചിച്ചിട്ട് പോവാണ് ഞാനൊക്കെ ഇപ്പൊ ഒരു നല്ല ഉമ്മയാണോ, കൊണ്ടറ്റണൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്,
ആ മെന്റാലിറ്റിയിൽ അവനാൻ ഒരു നിലയും വിലയില്ലാതെ പോയിക്കാണ്ടത് ചോദിക്കാൻ നിൽക്കരുത്. ഇത് ചോദിച്ചു കഴിയുമ്പോ കുട്ടികൾക്കൊരു ചാൻസ് കിട്ടിയതാണ്. ഓരങ്ങട്ട് പറയലോട് നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുമ്പാണ് ഇങ്ങനെയാണ് ഒരു മനുഷ്യനോട് ചെയ്യൽ, നിങ്ങൾ എന്നോട് അന്ന് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെയൊക്കെ പറയും. അതാണ് കേൾക്കുമ്പോത്തിന് ഓഹോ അനക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ രാവിലെ നീച്ച് അത് ചെയ്തത്. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും പയരും പറഞ്ഞിട്ട് ഫുള്ള് അടി കച്ചറ നായാട്ടാക്കരുത്. അല്ലാതെ വിശാലമായ ഒരു മനസ്സ് കൊണ്ട് വേണം കുട്ടീന്റെ അടുത്തേക്ക് പോകാൻ. എന്ത് വെടിയുണ്ടകളെയും ഏറ്റുവാങ്ങാൻ തയ്യാറായ ഒരു ഹൃദയം കൊണ്ട് ചെന്നിട്ട് കൂളായിട്ട് ഇരുന്നിട്ട് കുട്ടീനോട് ചോദിക്കാം. അവർ ചിലപ്പോ പലതും പറയും. എങ്ങനത്തെ ഉമ്മാനെ എനിക്ക് ഇഷ്ടം, എനിക്ക് ഫുൾ ടൈം ഫോൺ വരുന്ന ഉമ്മാനെയാണ് ഇഷ്ടം. അങ്ങനെ ചിലപ്പോ ഒരു കുട്ടി പറയും. എന്നിട്ട് ആ കുട്ടിയോട് അങ്ങനെ പാടില്ലല്ലോ, ഇജ് എന്റെ കണ്ണ് ശരിയാക്കാനല്ലേ, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട, കേട്ടാ മതി. അവരങ്ങനെ പറഞ്ഞോട്ടെ. അവർക്കത് പറയാനുള്ള ഒരു ഓപ്പൺനെസ് കൊടുക്കുകയും എന്റെ അമ്മ എനിക്കും വേണ്ടി നന്നാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കണൊക്കെ ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഒരു ഭരണമൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഭരണമൊക്കെ കേട്ടിട്ട് കരയേണ്ട കാര്യം. ജസ്റ്റ് ചോദിക്കാം, ഞാനൊരു നല്ല ഉമ്മയാണ്, അല്ലെങ്കിൽ ഉമ്മച്ചി കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ കുറച്ചും കൂടി നന്നായി എന്നാണ് എനിക്കൊരു സജഷൻ. ഈ ഒരു പുതിയ ന്യൂജൻ കുട്ടിയല്ലേ, ഞാൻ എൻ്റെ ഒരു ന്യൂജൻ ഉമ്മച്ചി ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചേഞ്ച് വരുത്തണം എന്നാണ് എനിക്ക് സജഷൻ തരാനുള്ളത്, ഈ ഒന്ന് പറഞ്ഞുണ്ടാ. അങ്ങനെ ചോദിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ അത്രയും ഓപ്പൺ ആയിട്ട് കൂളായിട്ട് ഹാപ്പി ആയിട്ട് സ്നേഹത്തോടെ ചോദിക്കാം. നമ്മൾ ചെറിയ കുട്ടി നമ്മളോട് പറയാണ് മച്ചി ചീത്തയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കാര്യമോ? നമ്മൾ വിചാരിക്കും എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഞാൻ സത്യത്തിൽ നല്ലതാണ്, എനിക്ക് മനസ്സിലാവാനിട്ടാന്നുള്ള ഒരു ആംഗിൾ നമ്മളായിരിക്കാം. പക്ഷെ ഒരു കുറച്ച് വലിയ കുട്ടിയെ പറയാം, നമ്മളോട് ഒരു 20 വയസ്സായ കുട്ടിയോട് നമ്മൾ ചോദിക്കാണ് എനിക്ക് ഉമ്മാനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ഉണ്ട്, അമ്മ നിങ്ങൾ സത്യം പറയാം നിങ്ങൾ കുറച്ച് മോശമാണ് പറഞ്ഞാൽ ഓഹോ എന്നാലും ചിന്നോടത് പറഞ്ഞില്ലേ, അതിന് നിൽക്കരുത്. ഏറ്റവും ഒരു കുഞ്ഞു കുട്ടി പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കുമോ അതേ സെൻസിൽ തന്നെ ആയിരിക്കണം ഈ വലിയ കുട്ടി പറയുമ്പോഴും നിങ്ങൾ എടുക്കേണ്ടത്. അത്ര മതി, ഓർക്കത് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കും. ഒരു ചിലപ്പോൾ കിട്ടിയ ഗ്യാപ്പാണ് പിന്നെയൊക്കെ പറയും. എന്റെ മോളടുത്ത് ഞാനിത് ഒരു ടാസ്കിന്റെ പാർട്ടായിട്ട് ചോദിച്ചപ്പോ ഓള് നല്ല മൂഡിലായി. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഉമ്മാനെ കുറിച്ചില്ല, ഉമ്മച്ചി സൂപ്പർ അല്ലേ, ബെസ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞേ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്തോ ഒരു കാര്യത്തിന് ഉടക്കിയപ്പോ വന്നുകാണ്ട് പറയാ ഇതന്നെ ഇതാണ് നിങ്ങൾ മാറ്റേണ്ട സ്വഭാവം, നിങ്ങൾ ആ സ്വഭാവം ഇല്ലേ അത് നിങ്ങൾ മാറ്റിക്കളേണ്ടി, നിങ്ങളെ മറ്റേ സ്വഭാവം ഇല്ലേ അത് നിങ്ങൾ മാറ്റിക്കളേണ്ടി എന്നൊക്കെ പറഞ്ഞ കുറെ ചീത്തറിഞ്ഞോണ്ട് പോയി. അപ്പൊ അതൊക്കെ ഉണ്ടാവും. അതിനൊക്കെ സ്വീകരിക്കാൻ വിശാലമായ മനസ്സ് തുറന്നിട്ടിട്ട് വേണം ഇത് ചോദിക്കാൻ പോവാൻ. അല്ലാതെ എന്റെ കുട്ടി ഉമ്മച്ചി എന്നാണ് ഭൂമിയിൽ ബെസ്റ്റ് എന്ന് പറയുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് ഇതൊന്നും അല്ലാത്തൊരു ഉത്തരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സഹിച്ചില്ല. അതുകൊണ്ട് അത് സഹിക്കാതിരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് പോണ്ട. എന്ത് വെടിയുണ്ടകളും വന്നോട്ടെ, എന്ത് സജഷൻസും പറഞ്ഞോട്ടെ, ഒരു പ്രശ്നം അത് തിരുത്താനും നിൽക്കരുത്, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനും നിൽക്കരുത്, ഒന്നും നിൽക്കണ്ട. ചിരിച്ചിരുന്നിട്ട് തന്നെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയണം കേട്ടാ, ഈ പറയുമ്പോഴല്ലേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ഞെട്ടും. അതാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, ദെൻ ലാസ്റ്റിൽ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭയങ്കര തെറാപ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഹൊപ്പനപ്പനോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ടാസ്ക് ഈ പറഞ്ഞ എല്ലാ ടാസ്കുകളും നിങ്ങൾക്ക് എപ്പോഴും ചെയ്ത് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടാസ്ക് ചെയ്യുന്ന ദിവസം ഡേറ്റ് നോക്കി അന്ന് തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. ഈ പറഞ്ഞ ലാസ്റ്റിലെ ടാസ്ക് ഇപ്പൊ നമ്മളെ കുട്ടികളെ അടിച്ചിട്ടുണ്ടാവും, ഇപ്പൊ നമുക്ക് വലിയ മക്കളുണ്ടാവും, ഒരുപാട് വലിയ മക്കളുണ്ടാവും. ഈ വലിയ മക്കളോട് ഓപ്പൺ ആയിട്ട് പറയാൻ നമുക്ക് കഴിയുന്നില്ല, സോറി എങ്കിൽ അത് നമ്മൾ തെറ്റാണ് കേട്ടോ. നമ്മളെ മനസ്സിന്റെ വിശാലത വീണ്ടും വീണ്ടും വിശാലമാവേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ആ കുട്ടികളോട് സോറി പറയാനോ, അല്ലെങ്കിൽ അത്രയും പ്രായമായ കുട്ടികളെ ഞാനിപ്പോ എങ്ങനെ ഒന്ന് ഹഗ് ചെയ്യാ, ഞാൻ എങ്ങനെ ഓരോ നെറ്റിയിൽ കിസ് ചെയ്യാ, ഞാനിപ്പോ എങ്ങനെ ഓരോട് വിളിക്കാണ്ടായി ചോദിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ കുറേ പണികൾ എടുക്കാനുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ജീവിതത്തിൽ പല മിസ്റ്റേക്കുകളും നമുക്ക് പറ്റിപ്പോയിട്ടുണ്ടാവും, നമ്മളെ കുട്ടികളെ നമ്മൾ അടിച്ചിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും, ചൊറിഞ്ഞിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറിയോ, ആ സമയത്തൊക്കെ നമ്മളെ കുട്ടികൾ ഇരുന്ന് കരഞ്ഞ, നമ്മളോട് പിണങ്ങിക്കിടന്നുറങ്ങിയ കുറെ സ്ഥലങ്ങളുണ്ട്. അവരെ വേദനകൾക്ക് സാക്ഷിയായ അവരുടെ ബെഡ്, ടേബിള്, അവരെ ചെയർ, അവരെ ഡ്രസ്സുകൾ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവും. ഇപ്പൊ മക്കൾ നാട്ടിൽ ഇല്ലാത്ത പേരൻസ് ആണെങ്കിൽ പോലും ഈ സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മളെ കുട്ടീനെ ഒന്ന് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് പറയാം. ഞാൻ പറയുകയാണെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുട്ടീന്റെ പേര് നമ്മൾ എന്താണോ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പറയാം. ഐ എം സോറി ദാനി, പ്ലീസ് ഫോർഗീവ് മീ, എനിക്ക് പുറത്തുണ്ടാ,
ഐ താങ്ക് യു, എനിക്ക് തന്നെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നോട് പല കാര്യങ്ങൾക്കും. ഐ ലവ് യു, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഒരു ആവർത്തിച്ച് നമുക്ക് അത്രയും ഫീൽ ചെയ്ത് നമ്മളെ കുട്ടിന്റെ ബിലോങ്ങിങ്സ്, നമ്മളെ കുട്ടി ഉപയോഗിച്ചിരുന്ന കുട്ടി ഇരുന്ന് പഠിക്കാറുള്ള കുട്ടിന്റെ ടേബിള്, ചെയർ, അവർ ഉപയോഗിക്കാറുള്ള ഡ്രസ്സ്, അവരുടെ ബാഗ്, ഞാൻ എന്തൊക്കെ സാധനങ്ങളുണ്ടോ നമ്മൾ അതൊന്ന് കുട്ടിയോട് നേരിട്ടും പറയാട്ടോ. അപ്പൊ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടീനെ നമ്മൾ കുറെ ചീത്ത അറിഞ്ഞു, കുട്ടി അവിടെ കിടന്ന് കരഞ്ഞു ഉറങ്ങിപ്പോയതാ വിചാരിക്കാം, നമുക്കെല്ലാം സങ്കടം ഉണ്ടാവും. ആ സങ്കടം കൂടി ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ നാളെ രാവിലെ എണീച്ച് വരിക. അപ്പൊ അത് വേണ്ട. അല്ലാതെ എന്ത് ചെയ്യാ, കുട്ടിനോട് പറയാം, ഉറങ്ങി കിടക്കുന്ന കുട്ടിനോട് പറയാം, അല്ലെങ്കിൽ അവരെ ബിലോങ്ങിങ്സിനോട് പറയാം. ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രായമായ മക്കളാണുള്ളത്. അപ്പൊ അവര് ചെറുപ്പത്തിലായ സമയത്ത് അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള വേദനകളൊക്കെ അവര് ഹാർട്ടിലുണ്ടാവും, അവർക്ക് ബോധത്തിലുണ്ടാവില്ല, പക്ഷെ അവരെ സബ് കോൺഷ്യസിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്കിത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഐ സോറി, പ്ലീസ് ഫോർഗീവ് മീ, കൊടുത്തു തരണം. ഐ താങ്ക് യു, ഐ ലവ് യു. ഇത് കുട്ടികളോട് മാത്രം പറയാൻ പറ്റുമെന്നല്ല, നമുക്ക് നമ്മളോട് പറയാം, ഗോഡിനോട് പറയാം, നമ്മളെ അടുത്ത് നിന്ന് വേറെ ആർക്കെങ്കിലും പെയിനുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം, ഒക്കെ പറയാം. അങ്ങനെ ഇതിൽ ഇന്നൊന്നുമില്ല, നമ്മളൊരു പാരന്റിങ് റിലേറ്റ് ചെയ്ത് പറയുന്നു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളെ കുട്ടികളെ ഫോക്കസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് 7 ദിവസത്തെ ടാസ്കുകൾ. ഈ ടാസ്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഒന്നാമത്തെ ടാസ്ക് ചെയ്യണം. ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ അകത്ത് നിങ്ങൾ ചെയ്ത ടാസ്ക് ഇന്നതാണ്, അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം, ആ സമയത്ത് നിങ്ങളെ കുട്ടികളിൽ ഉണ്ടായ എക്സ്പ്രഷൻസ് ഒക്കെ മനോഹരമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ വന്ന ഫീൽ എന്താണെന്നൊക്കെ അത് കേൾക്കട്ടെ. എല്ലാരും അത് കേൾക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്ന വെച്ചാല് എല്ലാവരും ഇത് മാനിഫെസ്റ്റ് ചെയ്യും. എല്ലാവരും മനസ്സിൽ ആ ഒരു ചിത്രം രൂപപ്പെടും. ആ ചിത്രം രൂപപ്പെടുന്നത് അത് സംഭവിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചില സമയത്ത് പറയാൻ, എന്റെ കുട്ടി ഭയങ്കര മോശം, അവർ അക്ഷരം പറഞ്ഞാൽ കേൾക്കൂല എന്നൊക്കെ പറയും. നമ്മൾ വേറെ ഒരാളോട് ഈ സങ്കടം പറയുമ്പോ അയാളെ മനസ്സിൽ അറിയാതെ ഒരു ചിത്രം വന്നിട്ടുണ്ടാവും, ഒരു പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടി. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചപ്പോ ചിലപ്പോ ഇവിടെ വാടാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് നടന്നു പോയ ഒരു കുട്ടിയേക്കും നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ വേറെ ഒരാളുടെ പറയാം, കുട്ടി പറഞ്ഞ കേൾക്കുന്നില്ല. അപ്പൊ അയാൾ ചിന്തിക്കുന്ന ചിലപ്പോ അയാൾ മനസ്സിൽ ചിത്രമായി കാണുന്ന ചിലപ്പോ ഒരക്ഷരം പറഞ്ഞാൽ കേൾക്കാത്ത താന്തോന്നി ആയിട്ടുള്ള ഒരു കുട്ടിനെ. അപ്പൊ മറ്റുള്ളവരുടെ മനസ്സിലും കൂടി നമ്മളെ കുട്ടിനെ കുറിച്ച് വേറൊരാളോട് കംപ്ലൈന്റ് പറയുമ്പോ, കുറേ ആൾക്കാരോട് കംപ്ലൈന്റ് വരുമ്പോ നമ്മൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കണം എന്താ പറയുക, ആ കുട്ടിനെ അത് തന്നെ ആവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ, കുറേ ആളുകള് ഇതേ കാര്യം ഇങ്ങനെ മനസ്സിൽ ചിത്രമായിട്ട് കാണും. അനുസരണമില്ലാത്തൊരു കുട്ടി, അനുസരണമില്ലാത്തൊരു കുട്ടി, അനുസരണമില്ലാത്തൊരു കുട്ടി. ആ കുട്ടിനെ എപ്പോ കണ്ടാലും അയാളെ മനസ്സിൽ ആദ്യം വരെ എന്താണ്, അനുസരണമില്ലാത്ത ആ കുട്ടിയല്ലേ ഇത്, അമ്മ പറഞ്ഞ ഏതേലും കച്ചറുണ്ടായ ആ കുട്ടിയല്ലേ. അപ്പൊ അത് ഓരോ ആളുകളുടെ മനസ്സിലും ചിത്രമായി ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് അത് ആ കുട്ടീനെ ഇങ്ങനെ അങ്ങനെ തന്നെ മോശമാവാൻ അനുഗ്രഹിക്കുന്നതിന് തുല്യാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, വേറെ ആര് കുറ്റം പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെ കുട്ടികളെ കുറ്റം പറയരുത്. കുറ്റം പറയരുത് എന്ന് മാത്രമല്ല, നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കുട്ടി നല്ല പറയാം, എന്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, അവരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒരാളോട് അത് പറഞ്ഞു, അപ്പൊ അയാൾ മനസ്സിൽ എന്റെ കുട്ടികളെ കുറിച്ചുള്ള ചിത്രം അതാണ്. പിന്നീട് അയാൾ എപ്പോഴെങ്കിലും എന്റെ കുട്ടിനെ കാണുമ്പോഴും അയാൾ എന്റെ കുട്ടിനെ കുറിച്ച് എന്താ ചിന്തിക്കുക, ഇതാ നല്ല കുട്ടികളാണ്, പെട്ടെന്ന് ഇത് ഹാൻഡിൽ ഒക്കെ ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള മക്കളാണ്, നല്ല പറഞ്ഞ കേൾക്കുന്ന കുട്ടി, ആ കുട്ടികളാണ് ആ വരുന്നത്. ഇയാൾ വേറൊരാളോട് പറയുമ്പോഴും അതേ മെസ്സേജ് ആണ് കൺവേ ചെയ്യപ്പെടുന്നത്. ഇതാണ് ആളുകളിലേക്ക് പരക്കുന്നത്. ഇപ്പൊ ഒരു ഫാമിലിയിൽ, നമ്മളൊരു കുടുംബത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ തറവാട്ടിലൊക്കെ ഒത്തുകൂടാ. അപ്പൊ നമ്മൾ ഒരാൾ പറയാം, ഒരു നല്ല സുഖമാണ് നോക്കാം, നല്ല കുട്ടികളാ, അവരങ്ങനെ ഒരു കച്ചടക്കും പോലെ അവര് കാര്യങ്ങൾ നോക്കാൻ അവർക്കറിയാം എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോ ആ ചിത്രമാണ് അവിടെ എല്ലാവരും ഉള്ളിലും കയറിയത് ഒറ്റയടിക്ക്. അവരൊക്കെ അതാണ് വിഷ്വലൈസ് ചെയ്തത്. അതാണ്. അപ്പൊ അത് സംഭവിക്കാനാണ് നമ്മളെ കുട്ടികളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ അതേ സദസ്സെന്ന് പറയാണ്, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി, പറഞ്ഞ ഒന്നും കേൾക്കൂല, പഠിക്കൂല, എനിക്ക് ഇങ്ങനെ കൊയങ്ങിക്കണ്. അപ്പൊ ബാക്കിയുള്ള കമ്മിറ്റിക്കാരെല്ലാരും കൂടി ഇങ്ങോട്ട് ഉപദേശിക്കായിരിക്കും, എനിക്ക് നന്നായിക്കൂടെ, എന്റെ അമ്മ എന്നെ ഇങ്ങനെ നോക്കിയതാണ്, അങ്ങനെ നോക്കിയതാണ്. ഈ കുട്ടിക്കുണ്ടല്ലോ ഇതെല്ലാം കൂടി വലിച്ചെറിഞ്ഞിട്ട് ഒരു പോക്കുവാനുള്ള ടെൻഡൻസിയാണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചിട്ട്, ഒറ്റയ്ക്കാണെങ്കിലും ആളുകളുടെ ഇടയിൽ വെച്ചിട്ടാണെങ്കിലും ഒന്നും ഒരു കാരണവശാലും എന്തെന്നെ സംഭവിച്ചാലും നിങ്ങൾ കുട്ടികളെ കുറ്റം പറയാതിരിക്കാം. നന്നാക്കി നല്ലത് മാത്രം പറയാ, നല്ലത് കണ്ടുപിടിച്ച് പറയാന്ന്. ഇപ്പോൾ നല്ലതൊന്നും ആയിരിക്കില്ല, കുട്ടികൾ കച്ചറ കളിക്കും, മലമ്പണിക്കും, തല്ലും കുത്തും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അതിനിടയിലൊക്കെ ആ കുഞ്ഞിന്റെ ഉള്ളില് നല്ലൊരു വെളിച്ചമുണ്ട്, നമ്മളെ ഉള്ളിലൊക്കെ ഉണ്ട്. വരുന്ന വഴി ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറയാം, ആ ഒരു വെളിച്ചമുണ്ട്. അത് എവിടെയെന്ന് തേടി കണ്ടുപിടിക്കലാണ് ഒരു പാരന്റ്. അത് കണ്ടുപിടിച്ചിട്ട് ആ നല്ലത് എവിടെ, ആ നല്ലതിനെ കുറിച്ച് വീണ്ടും 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 പറയും.
കൂടുതൽ സമയം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് എന്തിന് തുല്യമാണ്? നമ്മള് അതാവാൻ അവരെ അനുഗ്രഹിക്കുന്നതിന്, അതിന്റെ കുട്ടിനെ അങ്ങനെ ആക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചാണ് സലാം വീട്ടിയൊക്കെ തന്നെ അതിനെ കൊണ്ട് ഞാൻ വൈകിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുകയാണ് പറച്ചിലുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ അതിന്റെ മുന്നേ 5 മിനിറ്റ് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്കൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇതാണ് നമ്മളെ ഉള്ളിൽ തട്ടി ശരിക്ക് വരുന്ന സാധനം. മറ്റേ നമ്മൾ റബ്ബന ഹബ് ലനാ അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥന പഠിച്ചത് പ്രാർത്ഥിക്കുന്നു. നേരെ മറിച്ച് നമ്മളെ ഉള്ളിലെ ചിന്ത എന്താണ്? എന്നെ കൊണ്ട് ഞാൻ കുഴങ്ങിക്കണം, ഞാൻ നല്ലോണം തോരക്കട്ടെ, തോരന്നിട്ടാണ് നന്നായാലോ. ആ ആംഗിളിലാണ് നമ്മളെ പ്രാർത്ഥന. ഒരാളെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് അയാളെ നന്മകളെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിന്റെ നന്മകളെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് നല്ലൊരു സോഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. നല്ലൊരു ആത്മാവ് അതിന്റെ ഉള്ളിലുണ്ട്, നല്ലൊരു റൂഹ് അതിന്റെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്താൻ ശ്രമിക്കുകയും ആ നന്മയെ കുറിച്ച് സംസാരിക്കുകയും തന്നെ ചെയ്യാം. ഇതാണ് എനിക്ക് വർക്ക്ഷോപ്പ് തീരോളത്തിന് ത്രൂ ഔട്ട് ചെയ്യാനുള്ള ഒരു ടാസ്ക്. എന്ത് കാര്യം കണ്ടാലും എന്റെ കുട്ടിയിലെ നല്ലത് എവിടെയെന്ന് മാത്രം തന്നെ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇപ്പൊ ഈ പ്രശ്നമൊക്കെ വേണം ഓരോട് പറഞ്ഞിട്ട് ഇതിനൊക്കെ പരിഹാരം കാണാൻ, അതല്ല. എന്തൊക്കെ നല്ലതുണ്ട്, എന്ത് നല്ലതാണ് എന്റെ കുട്ടിയിൽ, അത് തരിക. ഈ ഒരു 7 ദിവസത്തേക്ക് മൊത്തത്തിലുള്ള ഒരൊറ്റ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയിലെ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയെന്ന് തരിക, ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഒരു ബുക്ക് അതിനെടുത്തേക്കാൻ പറഞ്ഞിരുന്നു. ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് മുകളിൽ ഒരു ഹെഡിങ് എഴുതി വെച്ചോളി, എന്റെ കുട്ടിയുടെ നല്ല ഗുണങ്ങൾ അണ്ടർലൈൻ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ മുന്നേ കുട്ടീന്റെ നല്ല ഗുണങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു വെച്ചിട്ട് ഇതൊരാഴ്ചക്കുള്ള ടാസ്കാ. 7 ദിവസത്തേക്ക് ഫുൾ എല്ലാ ദിവസവും ചെയ്യണം. അതായത് ഈ ലിസ്റ്റ് ഇങ്ങനെ പുതിയതാക്കണ്ട, പുതിയത് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. മുകളിലത്തൊക്കെ ഓരോ പ്രാവശ്യം വായിച്ചു നോക്കുക, അതിലില്ലാത്ത ഒന്നും ഒഴിച്ച് ആഡ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഓരോ ദിവസവും ആ നല്ല ക്വാളിറ്റിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ കുട്ടീനെ നമ്മളത് അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ആ എന്റെ കുട്ടി ഇങ്ങനെ അന്നോ നല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അപ്പൊ ആ കാര്യത്തിലോ നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. നമ്മളത് ചിന്തയിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മളെ കുട്ടികളിൽ മാറ്റങ്ങൾ വരും. അവരുടെ അടുത്ത് നിങ്ങൾ ഒരു പണി എടുക്കാൻ പോകണ്ട, നിങ്ങളെ ചിന്തകളിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരാഴ്ചക്കുള്ള ടാസ്ക്. ഒരു ത്രൂ ഔട്ട് എ വീക്ക് ചെയ്യാനുള്ള ടാസ്ക് ഇതാണ്. ഓരോ ദിവസവും നിങ്ങളെ കുട്ടീന്റെ നല്ല ക്വാളിറ്റി ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് ആ ലിസ്റ്റ് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാം. ദെൻ ഓരോ ദിവസത്തേക്കുള്ള ടാസ്ക് വേറെ വേറെ തന്നിട്ടുണ്ട്, ആ ടാസ്ക് നിങ്ങൾ ചെയ്യണം. ദെൻ ഒരു ടാസ്ക് കൂടെ ഉണ്ട്. നിങ്ങളോട് ഞാൻ 7 ടാസ്ക് എന്നൊക്കെ പറയണമെങ്കിലും ടാസ്കിന് ഇവിടെ ഒരു പഞ്ചും ഇല്ല കേട്ടോ. ആയിരക്കണക്കിന് ടാസ്കുകളാണ് എന്റെ കയ്യിൽ. ചെയ്യാൻ റെഡിയുള്ളവർക്ക് ഇഷ്ടം പോലെ തരും. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ തന്നെ ഞെട്ടിയിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പൊ നിങ്ങൾക്ക് ഇനി നമ്മളിൽ വർക്ക് ചെയ്യാനുള്ള ടാസ്ക് ഇതൊക്കെ നമ്മൾ കുട്ടികളെ പറ്റിയാ, കുട്ടികളെ ഹഗ് ചെയ്യുക, കുട്ടികളെ കിസ് ചെയ്യുക, കുട്ടികളെ കേൾക്കുക, ഒക്കെ കുട്ടികളുടെ കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യാനുള്ള കാര്യം, എന്റെ അടുത്ത ചോദ്യമാണ്, എന്റെ കുട്ടിക്ക് എന്നിൽ മാതൃകയാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു ഇവിടെ മിറർ ന്യൂറോൺസ് ആണുള്ളത് നമ്മുടെ ബ്രെയിനിൽ. അപ്പൊ നമ്മൾ ആ കുട്ടിയെ കുട്ടിന് മുന്നിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഒപ്പിയാണ് ഉള്ളിലേക്ക് എടുക്കുക. ഒരു ക്ലിയർ സ്പോഞ്ച് പോലെ, നല്ല ഉണങ്ങി നിൽക്കുന്ന ഒരു സ്പോഞ്ച് വെള്ളത്തുമ്മ വെച്ച് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഫുള്ള് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കൂലെ, അതുപോലെയാണ് ഒരു കുട്ടി. ആ കുട്ടി അതിന് മുമ്പ് കാണുന്ന അനുഭവങ്ങളെയാണ് ഇങ്ങോട്ട് എടുക്കുക. അല്ലാതെ നമ്മളിങ്ങനെ പറയണേ ഒച്ചട്ട് വർത്താനം പറയലടാ, നമ്മൾ ഒച്ചട്ടാ പറയണേ, പിന്നെ എങ്ങനെ കുട്ടി നന്നാവും? അപ്പൊ അതിനൊക്കെയത് എന്ത് ചെയ്യാ, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ആലോചിക്കുക, എന്നെ കണ്ട് പഠിച്ചോ ഇന്ന കാര്യത്തിന് എന്ന് പറയാവുന്ന ക്വാളിറ്റീസ് എന്തൊക്കെ എനിക്കുണ്ട്. അപ്പൊ ചില എമ്മാര് പഠിച്ചോനെ ആലോചിച്ചിട്ട് ഒരൊറ്റ ക്വാളിറ്റി കിട്ടണില്ലല്ലോ, എനിക്കൊരു ക്വാളിറ്റി ഇല്ലല്ലോ റബ്ബേ ഇരുന്ന് കരയണ്ട. നമ്മൾ അപ്പൊ എന്ത് ചെയ്യണം? എന്റെ കുട്ടിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ക്വാളിറ്റീസ് നമ്മളിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. പാലിക്കണം. ഡെയിലി രാവിലെ നീക്കണ ഒരു ശീലം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. നേരത്തെ ഉണരുക എന്നുള്ളത്, നേരത്തെ കിടക്കുക എന്നുള്ളത്. അപ്പൊ നേരത്തെ ഉണരുക എന്നുള്ളൊരു ക്വാളിറ്റി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചിന്തിച്ച് ആ ഒരു ക്വാളിറ്റി മെല്ലെ ഉണ്ടാക്കി കൊണ്ടുവന്നാല് അത് എന്റെ കുട്ടിക്ക് എന്നെ കണ്ടുപഠിക്കാൻ പറ്റുന്നു. അന്നേരം ആ കുട്ടിയോട് കണ്ടുപഠിക്കടാ, അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്, ഞാൻ എത്ര മണിക്ക് നീക്കേണ്ടത് കണ്ടുപഠിച്ചോ, അതൊന്നും നിൽക്കണ്ട. നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി, ബാക്കി എന്റെ ബാക്കിൽ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ നേരത്തെ നീക്കാം. അത് എന്റെ കുട്ടിക്ക് എന്നെ കണ്ടുപഠിക്കാവുന്ന നല്ലൊരു ക്വാളിറ്റിയാണ്. ഞാൻ എപ്പോഴും പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മാനെ എപ്പോ നോക്കുമ്പോൾ ഉമ്മ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഉമ്മാന്റെ കയ്യിൽ ഒരു പേപ്പറും പെന്നും ഒരു ബുക്കൊക്കെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയോ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഉമ്മ
വീട്ടിലെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഞങ്ങളെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട്. എന്റെ കുട്ടികളെ ഞാൻ സ്നേഹത്തോടെ പരിഗണിക്കുക. അതായത് വലുതാവും, ഇപ്പൊ ഞാൻ വരെ നോക്കിയില്ലെങ്കിൽ വലുതാവുമ്പോ ഇവരെന്നെ നോക്കുവോ? നോക്കാൻ വേണ്ടി നോക്കണ്ട. നമ്മൾ ഉള്ളിൽ പഠിച്ചോണ്ട് തന്നിട്ടുള്ള ആ ഒരു സ്നേഹം അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ സ്നേഹം, കരുതൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു ക്വാളിറ്റിയാണ്. അപ്പൊ അങ്ങനെ കുട്ടിക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന, മാതൃകയാക്കാൻ പറ്റുന്ന എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് എന്റെ അടുത്തുള്ളത് എന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യലാണ് മറ്റൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഗ്രൂപ്പില് ഇങ്ങനെ പോസ്റ്റർ ഫോർമാറ്റിലാക്കിയിട്ട് ഇടും. ഇതിന്റെ റിവ്യൂ ഒക്കെ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് അടുത്ത നമ്മളെ സൂമിൽ വരിക. ആ സമയത്ത് ഇതിന്റെ എക്സ്പീരിയൻസ് എല്ലാവരും ഷെയർ ചെയ്യണം. കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മോഡിൽ ഉണ്ടാവണം. ഇതിപ്പോ ഞാൻ ഷനാശിറിനെയും ബദറുന്നീസ മാമിനെയും മാത്രം കണ്ടോണ്ടാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നോ, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്താണെന്നോ, നിങ്ങളെ മനസ്സിൽ എന്താണോ ഒന്നും എന്നെ കൊണ്ട് വായിക്കാനോ നിങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ കുറെ കള്ളി മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് മാറി ഈ കാണുന്ന രീതിയിലേക്ക് വരാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോ അവരെ രണ്ടാളും മുഖം ഇങ്ങനെ കാണുന്നോണ്ടാണ് ഞാൻ എടുത്ത് സൗണ്ട് ബ്രേക്ക് ആവുണ്ടോന്ന് ചോദിക്കുന്നത്. കാരണം അവരിങ്ങനെ കണ്ണൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോ നമുക്കത് കാണുമ്പോഴേ ഒരു അപ്പോഴും ഞാൻ ചോദിക്കുന്നത് കേൾക്കണില്ലേ? അപ്പോഴാണ് അവർ പറയുന്നത് കേൾക്കൽ കുറച്ച് കുറവ്. അപ്പോൾ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ തരാൻ പറ്റും. മറ്റേ ഞാൻ ഇങ്ങനെ പള്ളിക്കാട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ പറയുണ്ടാവും, നിങ്ങൾക്ക് ഒന്നിട്ട് കേൾക്കണുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ടാസ്കുകൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ചിന്തകൾ പോവേണ്ടത്. നിങ്ങളെ ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ ഒക്കെ നല്ല ക്വാളിറ്റികൾ തരാനുള്ളതാവുക. ഈ ഒരാഴ്ച കംപ്ലീറ്റ് ഓരോ ദിവസവും നിങ്ങളുടെ കുട്ടിയുടെ നല്ല ക്വാളിറ്റികൾ ലിസ്റ്റ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ കുട്ടിക്ക് നിങ്ങളിൽ മാതൃകയാക്കാൻ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് എന്നത് നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഇനി ലിസ്റ്റ് വളരെ ചെറുതാണ്, 7 എണ്ണെങ്കിലും മിനിമം നിങ്ങളെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. 7 days വർക്ക്ഷോപ്പ് ആയതുകൊണ്ടാണ് 7 വേണമെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് 3 month വർക്ക്ഷോപ്പ് ഒക്കെ ആകുമ്പോൾ 10-100 വേണം. അപ്പൊ നമ്മൾ അതിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. നമ്മളിങ്ങനെ നന്നാവും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കോഴ്സിൽ ജോയിൻ ചെയ്ത് ടാസ്കുകൾ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത അതാണ്. ഇറ്റ് വിൽ ചേഞ്ച് അസ്. നമ്മളെ ഉള്ളിനെ തന്നെയാണ് അത് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചേഞ്ച് വേണമെങ്കിൽ വർക്ക്ഷോപ്പും ജോയിൻ ചെയ്യണം എന്ന് പറയാൻ കാരണം. ക്ലാസ് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കേൾക്കും, അതങ്ങനെ കൂടെ അങ്ങനെ കേൾക്കും, കൂടെ അങ്ങനെ. അങ്ങനല്ലാതെ വർക്ക്ഷോപ്പിൽ ടാസ്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. നമ്മളെ ഇൻവോൾവ്മെന്റുകൾ ഉണ്ടാവുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയാവും, പെട്ടെന്ന് നടക്കും. പിന്നെ നിങ്ങളെ ചിന്ത എപ്പോഴും ഇതായിരിക്കും, അല്ലെ? സംഗതി അപ്പം ചൂടൊക്കെ ആണെങ്കിലും നമ്മളെ ചിന്തയിൽ എന്താ വരിക? ഹഗ് ചെയ്യുമ്പോ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അല്ലെങ്കിൽ എന്റെ കുട്ടിനെ കുറിച്ച് ഞാൻ ചീത്ത എന്തോ ചിന്തിച്ചു, ചീത്ത ചിന്തിച്ചല്ലോ അങ്ങനെ വിചാരിക്കണ്ട. ചീത്ത ചിന്തിച്ചു, അയ്യോ ചീത്ത ചിന്തിച്ചു, സ്റ്റോപ്പ്. അങ്ങനെയല്ല ചിന്തിക്കണേ. എന്റെ കുട്ടിനെ ഇങ്ങനെ ചിന്തിക്കട്ടെ, എന്നിട്ട് നല്ലത് ചിന്തിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളെ മനസ്സിന് മനസ്സിലാവും, ചീത്തയായി ചിന്തിക്കുമ്പോ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഞാൻ അത് മാറ്റേണ്ടതുണ്ട്, ഇയാൾ ഇത് പെട്ടെന്ന് വെച്ച് ബ്രേക്ക് ആക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കുറച്ച് പ്രാവശ്യം സംഭവിക്കുമ്പോൾ നമ്മളെ മനസ്സ് താനേ നമ്മളെ കുട്ടികളിലെ നല്ലത് തിരയാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ ടാസ്കുകളൊക്കെ ഫോക്കസ് ചെയ്യാം. പിന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടും പറയാനുള്ളത് റിയലി സോറി. ഫസ്റ്റ് ഭാഗത്ത് കുറെ ബ്രേക്ക് വന്നു. സംഗതിയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നെങ്കിലും നെറ്റ്വർക്കിന്റെ അല്ലറ ചില്ലറ കംപ്ലൈന്റ് പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. റിയലി സോറി. പക്ഷെ ഇതിന് ശേഷം നെറ്റ്വർക്ക് കറക്റ്റ് ആയതിനു ശേഷം പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേട്ട് അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാവുന്നതാണ്. ഇനി ഇപ്പൊ സമയം 4:15. അപ്പൊ എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ നിങ്ങളെ മൈക്ക് എല്ലാവരും അൺമ്യൂട്ട് ആക്കുന്നുണ്ട്. മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നാളെ മുതൽ എല്ലാവരും നിർബന്ധമായിട്ട് വീഡിയോ മോഡിൽ വരണം. നാളല്ല മറ്റന്നാൾ മുതൽ നിർബന്ധമായിട്ട് എല്ലാവരും വീഡിയോ മോഡിൽ വരണം. എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നതിക്ക് സംസാരിക്കുമ്പോൾ ബ്ലോക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ നിങ്ങൾ നിങ്ങളെ മൈക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഷെയർ ചെയ്യാനുള്ളവരൊന്ന് സംസാരിക്കാം. മൈക്ക് ഓപ്പൺ ആക്കി സംസാരിച്ചോളൂ. സംസാരിക്കാൻ പറ്റണില്ല? എനിബഡി? ആരെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ഈ റിയാക്ഷൻ ഒരു ഹാർട്ടിന്റെ സിമ്പിൾ കാണുന്നില്ലേ? റിയാക്ഷൻസ് എഴുതി വെച്ചിരിക്കണേ ഒരു ഐ ലവ് യു. എന്റെ മോനൊക്കെ എങ്ങനെയാ പറയാ ഐ ലവ് യു? അവിടെ അതിന് തൊട്ട് കഴിഞ്ഞാല് അതിന്റെ ഏറ്റവും മുകളിലുണ്ട് റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്ന ഒരു പിക്ചർ. അതിന് ഒന്ന് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കാണാം നിങ്ങൾ ആരെയും കൈ പൊക്കിക്കണോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ആക്കി തരാം. ആരെങ്കിലും കൈ പൊക്കുന്നുണ്ടോ ഗൈസ്? അങ്ങനെയാണല്ലോ. നിങ്ങൾ മൈക്ക് ഓൾറെഡി ഓപ്പണാ, പറഞ്ഞോളൂ.
നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ADN-ന്റെ ട്രെയിനിങ് കിട്ടിയ ആളാണല്ലോ എന്നുള്ള ഒരു എന്താ പറയാ പോസിറ്റീവും കൂടി കരുതിയിട്ടാണ് ഞാൻ അതിന്റെ ഒരു മഹത്വം കൂടി കരുതിയിട്ടാണ് ഞാൻ ഈ പ്രായത്തിലും ജോയിൻ ചെയ്തത്. പിന്നെ അതിലൊരു 3 മാസം ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞായിരിക്കുമല്ലോ, പാരന്റിങ് കോച്ചൊക്കെ കഴിഞ്ഞല്ലേ. അപ്പൊ അതിന്റെ ഒരു ഇത് നമുക്കും കൂടി കിട്ടുമല്ലോ, അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സിലാണ് ഞാൻ എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളത്. കാരണം എന്റെ കുട്ടികൾ 37 വയസ്സ് 25 വയസ്സൊക്കെയാണ്, ചെറിയ കുട്ടികളൊന്നുമല്ല. അപ്പോ പക്ഷെ എനിക്ക് ചെറിയ 2 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. 13 വയസ്സുള്ളതും 5 വയസ്സുള്ളതും. അവർ പുറത്ത് തന്നെയാണ്, നേരിട്ട് കൂടെ ഇല്ല. എന്നിരുന്നാലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും കുറെ കാര്യങ്ങൾ അവരുമായിട്ട്. പിന്നെ നമുക്ക് എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് ക്ലാസ് കൊണ്ട് മനസ്സിലായത്. ഇപ്പൊ നമ്മളെന്താ പറയാ, ഒരു പുറത്തേക്ക് ഞാനിപ്പോ ഇന്നും ഇങ്ങനെ ഒരു നോട്ട്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ ഇങ്ങനെ കുറെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ എന്റെ പശ ഒരു ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ഒരു പേപ്പർ ഒട്ടിക്കാൻ വേണ്ടി പശ എടുത്തു ആ ബോട്ടില്. അപ്പൊ അത് കുറെ കാലമായിട്ട് ഉപയോഗിക്കാതിരുന്നത് കൊണ്ടായിരിക്കും ഇങ്ങോട്ട് ഞെക്കിയിട്ടും വരുന്നില്ല. ആ ചെറിയൊരു ഹോളല്ലേ ഉണ്ടാവും, അതിൽ കൂടെ ഇങ്ങനെ എത്ര ഞെക്കിയിട്ടും വരുന്നില്ല. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, അതിനെ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നോക്കി. അപ്പൊ തുറന്നു നോക്കിയപ്പോ അതിന്റെ അറ്റത്ത് ആ ഓപ്പണിങ്ങില് കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. കുറെ ആയിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും കട്ട പിടിക്കുക. അപ്പൊ ഞാൻ ആ ഒരു കട്ടയായിട്ടുള്ളത് അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് പിന്നെ അതാക്കിയപ്പോ അത് ശരിയായി. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെത്താൻ ഇങ്ങനെ പറഞ്ഞു, പുറത്തുള്ള പ്രശ്നത്തിന് അകത്തേക്കല്ലേ നോക്കേണ്ടത്, പുറത്ത് കിടന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, അകത്തേക്കാണ് അതിന്റെ പ്രശ്നം കിടക്കണില്ലേ, അവിടെയാണ് ശരിയാക്കേണ്ടത് എന്നിങ്ങനെ ഞാൻ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. അകത്ത് നോക്കി അത് ശരിയായിക്കോളും. അതൊക്കെ നമ്മളെ ക്ലാസിന്റെ കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അൽഹംദുലില്ലാ GT കൂടിയും GC കൂടിയും ഒക്കെ അതിലാ പറഞ്ഞ പോലെ അതേ ചിന്തകളിലൂടെ ഇങ്ങനെ പോകുന്നതിനെ കൊണ്ടാണ് ഓൾവേസ്. പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല. മക്കള് വലുതായ ഒരു മോള് സ്ഥലത്തില്ല, പിന്നെ മോന് പഠിക്കാൻ പോണതും അങ്ങനെയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് പണികള്. അപ്പൊ ഒരുപാട് നന്നായി. അപ്പൊ ശരിക്കും എനിക്കിതാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ എന്റെ മാതൃകയാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തായിരിക്കും, അവരെ ഗുഡ് ക്വാളിറ്റീസ് എന്തായിരിക്കും. ശരിക്കും ഞാൻ കുറ്റം പറയാറുണ്ടായിരുന്നു നന്നായിട്ട്. ഞാൻ നല്ല പാരന്റേ ആയിരുന്നില്ല എന്നുള്ളത് ഒരുപാട് വേദനയോടെയോ സന്തോഷത്തോടെയോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ നല്ല പാരന്റേ ആയിരുന്നില്ല. അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ 2 പേർക്കും ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചതിലൂടെ ഞാൻ തന്നെ ഒരു ക്ലാസ് ഇപ്പോഴൊന്നല്ല 12 വർഷം മുൻപ് അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ ചോദിച്ചു, എന്റെ മക്കളൊക്കെ വലുതായി പോയില്ലേ സാറേ എന്ന് പറഞ്ഞാ ഞാൻ നിലവിളിച്ചത്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കാണുമ്പോഴും എല്ലായിടത്തുനിന്നും ആ അറിവ് പകർന്നു കൊടുക്കാനും എനിക്ക് എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും കുട്ടികളായിട്ട്. ഇപ്പൊ ഞാനും എന്റെ 25 വയസ്സുള്ള മോനും കൂടി ലുഡോ കളിക്കും. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് TV-യിൽ സിനിമ കാണും. അങ്ങനെയൊക്കെ അവൻ കണ്ട സീരീസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എനിക്ക് ചിലപ്പോൾ വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങൾ എന്തെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്താലൊക്കെ ഞാൻ അവനെ ഹഗ് ചെയ്യും. എന്റെ 25 വയസ്സുള്ള മോനെ ഞാൻ ഹഗ് ചെയ്യും, നെറ്റിയിൽ ഉമ്മ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ റീസെന്റ് ആണ് എന്നുള്ളതാണ്. ജോലിക്ക് പോയ കാലത്തായത് കൊണ്ട് പറഞ്ഞ മാതിരി ഈ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയോ അവർ വളർന്നു എന്നുള്ളതാണ്. ഞാൻ വളർത്തിന്ന് പറയാൻ കഴിയില്ല, ഒന്നും ആ ഒരു നർച്ചറിങ് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ സ്റ്റിൽ ഞാൻ ഇന്നൊരു ഇതിൽ വായിച്ചപ്പോ, പഴയ ഒരു ഡയറി ഒക്കെ എടുത്ത് വായിച്ചപ്പോ എന്റെ മോൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ എക്സ്പെക്ടേഷനിൽ ഞാൻ എത്തിയിട്ടില്ല, പക്ഷെ എനിക്ക് കുറെ വിഷമങ്ങളുണ്ട്. അത് വൺ ഡേ ഞാൻ നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് വിൽ മേക്ക് യു പ്രൗഡ് എന്ന്. അപ്പൊ എനിക്കത് വായിച്ചപ്പോ ഒരുപാട് സന്തോഷം തോന്നി. ഐ വിൽ മേക്ക് യു പ്രൗഡ് എന്ന് വായിച്ചപ്പോ അങ്ങനെ. അപ്പോ അങ്ങനത്തെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട്. എന്നാലും ഒരുപാട് ശരിയാ. അതുകൊണ്ട് അപ്പൊ ഈ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യണതും അറിയണം. കാരണം എന്നെയാണ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലും. എന്നിലുള്ള മാറ്റങ്ങൾ അത് എനിക്ക് ചുറ്റുള്ളവരിലേക്ക്, അത് എന്റെ മക്കളായാലും മറ്റുള്ള മക്കളായാലും മറ്റുള്ള കുട്ടികൾക്കായാലും. എനിക്കിപ്പോ നിങ്ങളൊക്കെ ഇപ്പൊ ഇതിലൊക്കെ ചേരുമ്പോൾ എനിക്കറിയാം നിനക്ക് 4 കുട്ടികളുണ്ട് എന്നൊക്കെ. ഞാൻ നിന്നെ എപ്പോഴും ആ കാര്യത്തിലൊക്കെ എന്റെ മകളോടും ക്ലാസ്സിലൊക്കെ ചേരുമ്പോൾ ഞാൻ പറയലുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ GT അയച്ചു കൊടുത്തിട്ട് ഒരു മോൾക്ക്, അവളൊരു ഡൈവോഴ്സിൽ ഇതിൽ നിൽക്കുന്ന കുട്ടിയാണ്, ഒരു പെൺകുട്ടി ഉണ്ട് അവൾക്ക്. എന്നിട്ട് അവൾക്ക് അയച്ചു കൊടുത്തപ്പോ അവള് പറഞ്ഞ്, റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അയച്ചു തന്നോളൂ, ഞായറാഴ്ച രാവിലല്ലേ, ഞാൻ കിടന്നുറങ്ങുന്ന നേരാണ്. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ വിചാരിച്ചു. 1500 ആളോളം നമ്മളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണേ ലൈവായിട്ട്. 500 ആള് സൂമിൽ ഓൾറെഡി. ഇപ്പൊ 1000-ന്റെ അടുത്ത ആൾക്കാര് ലൈവ് യൂട്യൂബിലായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് സാധാരണ GT ഒക്കെ ഉണ്ടാവുമ്പോ. അപ്പൊ എന്ത് പറയാനപ്പോ അവരോട്? ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അയച്ചു തരാം.
പക്ഷെ മെഡിറ്റേഷൻ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നീ സൂമിൽ തന്നെ ആ ലൈവായിട്ട് അറ്റൻഡ് ചെയ്താലേ അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. മറ്റേത് റെക്കോർഡിംഗ് മാത്രമായിരിക്കും അങ്ങനെ അത്ര. പക്ഷെ ഇപ്പൊ കുറെ അങ്ങനെ പറയില്ലേ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം ഉമ്മനോട് നമ്മളെന്തൊരു ഇത് ഇടങ്ങാറുണ്ടാക്കാൻ പോകണം, ആ ചിന്തകളൊക്കെ കുറെ മാറിയിരിക്കണം. അൽഹംദുലില്ലാ. ഒരുപാട് ഇപ്പൊ ഇതിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായത്തിലും ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുന്നത് എനിക്കെന്താ ഇനിയിപ്പോ പാരന്റിങ്ങിൽ പഠിക്കാനുള്ള, എന്റെ മക്കളൊക്കെ വലുതായില്ലേന്ന്. അപ്പൊ ആ ഒരു ചിന്ത അല്ലാണ്ട് അതിലൂടെ പഠിക്കണേ ഞാനാണ് മാറുന്നേന്നുള്ള ഒരു മനസ്സിൽ എന്ത് മാറ്റം വരുത്തുമ്പോഴും അതിൽ ഞാനാണ് മാറുന്നേന്നുള്ള. അപ്പൊ അതെനിക്ക് ഒരുപാട് സന്തോഷമായി. അതിലൊരു എഫേർട്ട് എടുത്തതിൽ നിനക്ക് കിട്ടിയ അറിവുകൾ പകരുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. കീപ് ഗോയിങ്. മേ അല്ലാഹ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് ഈ എക്സ്പീരിയൻസ് ഷെയറിംഗിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ തീരുന്ന കാര്യങ്ങളെല്ലാം ഒരു കടലിൽ പോലും പറഞ്ഞു ഈ വലുതാണ്. അത് ഉള്ള ആളുകൾ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവ് ഭയങ്കര ചിന്തിച്ചത് അങ്ങനെയാണ്. അങ്ങനെ തന്നെയല്ലേ, ഒരു മാവിനെ ഒരു മാങ്ങ കുഴിച്ചിട്ട് ഈ മാങ്ങ പിടിക്കുന്നില്ല അല്ലെങ്കിൽ പിടിച്ച മാങ്ങന്റെ പകുതി അല്ലെങ്കിൽ അതിനകത്ത് കയറുന്നതിന് കാരണം തരണം. ആ മാങ്ങനെ പിടിച്ച് 4 അടി അടിച്ചിട്ട് വല്ല കാര്യമില്ല. അപ്പൊ അതിന്റെ കാരണം തരേണ്ടത് അതിന്റെ വേരിലാണ്. കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പരിഹാരം തേടേണ്ടത് അതിന്റെ പേര് നമ്മളാണ്. നമ്മളിലാണ് ഇതിന്റെ പരിഹാരം. നമ്മൾ കണ്ടെത്താൻ തേടും. പ്രായമായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മൾ ജോലി തിരക്കുകൾ ഉണ്ടാവും, കാര്യങ്ങളുടെ ഇടയിൽ കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ചെക്കാവുണ്ട്. പിന്നെയും തുടങ്ങിയോ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നു. ഓക്കെ. അപ്പോ ഇതുകൊണ്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയറിങ് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം നമ്മൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തകളിൽ വീണ്ടും 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 മാറ്റങ്ങൾ വരും. ഇപ്പൊ പ്രായമോ മക്കളുടെ പ്രായമോ നമ്മുടെ പ്രായമോ ഒന്നിനും ഒരു തടസ്സമല്ല എന്നുള്ളതാണ്. നമ്മൾക്ക് അവരെ ഹഗ് ചെയ്യാൻ, ഇപ്പൊ ഇത്രയും പ്രായമായ മക്കളുടെ, ഇപ്പൊ എന്റെ ഉമ്മക്ക് അങ്ങനെ 34 വയസ്സായി എനിക്ക്, എന്നാലും ഞാൻ പോരുമ്പോ എനിക്ക് ഇവിടെയൊക്കെ എന്നെ കിസ് ചെയ്തിട്ടാണ് എന്നെ പറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ മക്കൾക്ക് നല്ല പാരന്റിങ് കൊടുക്കാൻ പറ്റും. നമ്മൾക്ക് എന്താണോ നമ്മളെ പാരന്റ് അടുത്ത് കിട്ടി അത് നമ്മൾ നന്നാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളടുത്ത് ഇപ്പൊ ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ ഒരു തിരുത്തലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതിലൂടെ തന്നെ നമ്മളടുത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും. എന്റെ അടുത്ത് ഇങ്ങനെ പറ്റിപ്പോയിരുന്നു, എന്റെ അടുത്ത് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞിരിക്കുന്നതിന്റെ പകരം ഇതിന് എന്താണ് പരിഹാരം. അപ്പൊ ആ ഹോപ്പനപ്പനോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതിന് ഏറ്റവും ബെസ്റ്റാ. നമ്മളെ വലിയ മക്കളൊക്കെ വലുതായി പോയി, ഇനിയിപ്പൊ ഞാൻ എന്റെ കുട്ടിയിൽ എന്ത് ചെയ്യാനാന്ന് ചിന്തിക്കുമ്പോ നേരത്തെ പറഞ്ഞ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മളെ കുട്ടികളെ സാധനങ്ങളും ബാഗും ബുക്കും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അവരെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, അവരുപയോഗിച്ചിരുന്ന റൂമൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. അവര് നമ്മളടുത്ത് ഇല്ലെങ്കിൽ കൂടിയിട്ടും അതൊക്കെ അവിടെ ഫീൽ ചെയ്ത് പറയുന്നതോടെ നമ്മളെ കുട്ടീന്റെ ഉള്ളിൽ അന്ന് നമ്മൾ ചെയ്തത് കൊണ്ട് ഉണ്ടാവുന്ന ചില മുറിവുകളുണ്ട്, അത് വരെ മാറും. നമ്മൾ കുട്ടിയിൽ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടോ അടിച്ചുകൊണ്ടോ നമ്മൾ വേണ്ട രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാതെ പോയത് കൊണ്ടൊക്കെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവുകൾ വരെ ഹീൽ ചെയ്യിപ്പിക്കാൻ, ആശ്വാസമാവാൻ, മായ്ച്ചു കളയാൻ മാത്രം കപ്പാസിറ്റി ഉള്ള വേർഡുകളാണ് ആ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് വെറും വേർഡായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഫാൻ എണ്ണിയാണ് സുബ്ഹാനല്ലാഹ് അങ്ങനെ ചെല്ലുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് നമ്മളെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തിട്ട് ഐ എം റിയലി സോറി, അന്ന് ഉമ്മച്ചിക്ക് അറിയില്ലേനും, നമുക്ക് അറിയില്ലായിരുന്നു, നമുക്ക് ഇതിനെ പറ്റിയുള്ള ക്ലാസ്സുകളോ അവയർനെസ് ഒന്നുമില്ല. ആരോ പിടിച്ച് നമ്മളെ കല്യാണം കഴിപ്പിക്കുന്നു, നമുക്ക് എങ്ങനെയോ കുട്ടികൾ ഉണ്ടാവുന്നു, വയറ്റിലായതുകൊണ്ട് നമ്മളത് അതിന്റെ സമയമാകുമ്പോൾ പ്രസവിക്കുന്നു, പ്രസവിച്ചുകൊണ്ട് കുട്ടി കരയുമ്പോൾ നമ്മൾ പാലെടുക്കുന്നു, അതെങ്ങനെയൊക്കെ വളരുന്നു. അങ്ങനെയാണ് തലമുറകൾ ഉണ്ടായി വന്നിരുന്നത്. അതിൽ നിന്നൊക്കെ ആളുകൾ പാരന്റിങ് കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴും വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്നത്, എങ്കിലും കാലം മാറി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഹോപ്പനപ്പനോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. അത് നമ്മളെ കുട്ടികളുടെ സാധനങ്ങളിലൊക്കെ തൊട്ടിട്ട് നമ്മൾ ശരിക്കും നമ്മളെ ഹാർട്ടിൽ നിന്ന് ഫീൽ ചെയ്ത് നമ്മളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ പറ്റിപ്പോയ മിസ്റ്റേക്കുകളിൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള വേദനകൾ പോലും മായ്ച്ചു കളയും. നമ്മളിത് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മക്കൾ നമ്മളെ വെറുതെ ഇങ്ങനെ കണക്ട് ചെയ്യും. നമ്മളെ വിളിക്കുന്നതും നമുക്ക് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ ഞെട്ടും ശരിക്കും. ഈ മക്കള് വിളിക്കണില്ല,
ഓർക്ക് വേണ്ടി ആയ കാലത്തൊക്കെ ഞാൻ ജീവിച്ചിട്ട് ഇപ്പിന്ന ഓർക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പേരൻസ്. നമ്മളിതിങ്ങനെ ചിന്തിക്കുക, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് എത്ര ചിന്തിക്കുന്നോ നമ്മൾ അതിനെന്നെ ഇങ്ങനെ ബ്ലസ് ചെയ്യുക. അതന്നെ സംഭവിക്കും, അതന്നെ സംഭവിക്കും, അതന്നെ സംഭവിക്കും. അല്ലെങ്കിൽ എന്താ, നമ്മൾ അതന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ നോക്കുന്നുണ്ടെങ്കിലും നോക്കാതെ പോയ ഏതെങ്കിലും ഭാഗമുണ്ട്, അത് മാത്രം അപ്പൊ നമ്മൾ കാണാം. അപ്പൊ അതിന്റെ പകരം അവരുടെ നന്മകളിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുക, വേരിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുക. അപ്പൊ ഫ്രൂട്ടിൽ മാറ്റങ്ങൾ വരും, അതിന്റെ മധുരം കൂടും, അതിന്റെ വലിപ്പം കൂടും, അതിന്റെ ടേസ്റ്റ് മാറും, അതിന്റെ സ്മെല്ലിന് ക്വാളിറ്റി വരും, എല്ലാം മാറും. നമ്മളാണ് റൂട്ട്, നമ്മളിലാണ് മാറ്റങ്ങൾ വരേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ താങ്ക് യു ബദർ നിസമ, ഒരുപാട് താങ്ക്സ്. കാരണം ഈ കേൾക്കുന്നവരിലൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തതൊക്കെ തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയല്ല, നമുക്കതിനൊക്കെ മാറ്റം വരുത്താനുള്ള ഭയങ്കര പവറാണ് ഉമ്മമാർക്കുള്ളത്. ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഉണ്ട്, സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഉമ്മമാരും മക്കളും തമ്മിൽ. അതുകൊണ്ടല്ലേ കുട്ടി പറ്റ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ ഉണരുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് പാലൊക്കെ ഇറങ്ങും, ഫീഡ് ചെയ്യുന്ന ഉമ്മമാരാണെങ്കിൽ. കുട്ടി ഉണർന്നോ നമുക്ക് അങ്ങനെ എന്താ, അതെന്തുകൊണ്ടാ, ബോഡിലി കണക്ഷൻ അല്ലാതെ ആത്മാക്കൾ തമ്മിൽ അത്രയും കണക്റ്റഡാ. അപ്പൊ എന്റെ ഉമ്മയും ഉപ്പയൊക്കെ ചിലപ്പോ വിളിക്കും, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് അവർക്ക് അവിടെ ഒരു മനപ്രയാസം. നമ്മളെ ബോഡിലി കണക്ഷൻ അല്ല, അത് നമ്മുടെ സോളുകൾ തമ്മിലുള്ള ബന്ധമാണ്. അത്രയും ആത്മാവിനെ കണ്ട് അടുത്തില്ലെങ്കിലും എത്ര കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് മക്കളുമായിട്ട് അത്രയും സോൾ ഉണ്ട്, ആത്മാവിന്റെ തലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, കുട്ടികൾ വലുതായിന്നോ ദൂരെയാണെന്നോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്നേഹം, ഇപ്പൊ നമ്മൾ അവരെ ഹഗ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അവരെ ഹഗ് ചെയ്യുന്ന പോലെ നമ്മളെ മനസ്സിലൊന്ന് കണ്ടിട്ട് നമ്മൾ ആ സ്നേഹം ഇങ്ങനെ പാസ് ചെയ്യുകയാണെങ്കിൽ, ആ ലവും ലൈറ്റും നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഫീൽ ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ അത് അടുത്തുള്ളവർക്ക് അടുത്തുണ്ടായിക്കൊണ്ട് ചെയ്യാം, അടുത്തില്ലാത്തവർക്ക് അടുത്തില്ലാതെ ചെയ്യാം. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തായിട്ട് കാണുന്നില്ല. ആർക്കെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനോ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിലോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യും. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ എങ്ങനെ ചെയ്യാ ഈ എന്താണ്? ടാസ്കുകള് ഫുള്ള്? എന്റെ കുട്ടി ചെറുതാണല്ലോ, അപ്പൊ ചെറിയ കുട്ടികളാവുമ്പോ ഈ പ്ലാൻസ് ഡ്രീംസ് ഡിസ്കസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ടാസ്കുകളൊക്കെ എങ്ങനെ നമ്മൾ ഇമാജിൻ കുട്ടിയോട് പറയാം, അത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കേൾക്കണില്ല. നമ്മളെ കുട്ടിയുടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണോടെ നമുക്ക് നമ്മളെ കുട്ടി ഇപ്പൊ ഹഗ്ഗയിലും കിസയിലും ടാസ്കുകളൊക്കെ നടക്കും. നമ്മൾ കുട്ടിന്റെ ഡ്രീംസ് ചോദിക്കലാണ് നടക്കാതിരിക്കുന്ന ഒരേ ഒരു കാര്യം. നമുക്ക് കുട്ടിനോട് ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കാലോ, ഇല്ലേ? എത്ര കുഞ്ഞാണെങ്കിലും അതിനെടുത്തിട്ട് ഇപ്പൊ ഞാൻ എന്റെ മോനോട് പോലെ ഉമ്മച്ചിന്റെ രാജാവ് എവിടെ, ഉമ്മച്ചിന്റെ കളക്ടർ എവിടെയെന്നൊക്കെ ഞാൻ ചോദിക്കും. എന്റെ ഏറ്റവും ചെറിയ ആളോട് ഉമ്മച്ചിന്റെ രാജകുമാരൻ ഇവിടെ വന്നാന്നൊക്കെ ഞാൻ പറയാം. പണ്ടൊക്കെ നമ്മൾ എന്താ പറഞ്ഞീനെ, കച്ചറ കണ്ടു വന്നു, ഉമ്മച്ചിന്റെ കച്ചറക്കുട്ടി എവിടെ, കൊച്ചു കള്ളൻ എവിടെയെന്നൊക്കെയാണ് പണ്ടുണ്ടായത്. ഇപ്പൊ കള്ളനൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കി, ഉമ്മച്ചിന്റെ രാജാവ് എവിടെ, ഉമ്മച്ചിന്റെ കളക്ടർ എവിടെയെന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉമ്മച്ചി കുട്ടിക്ക് നല്ല പ്ലാനിങ് ഉണ്ടാവണം കേട്ടോ, നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ, എല്ലാരും സൃഷ്ടിച്ചതിന്റെ പിന്നിലും സൃഷ്ടിച്ചവന് കൃത്യമായ ലക്ഷ്യമുണ്ട്. അപ്പൊ എന്നുവെച്ച് കുട്ടിക്ക് എന്താവാനാണ് ഇഷ്ടം, വലിയ ആളാവണം കേട്ടോ, നല്ല ഉഷാറാവണം കേട്ടോ, ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ആവണ ആളാവണം കേട്ടോ എന്നൊക്കെ നമുക്ക് നമ്മളെ കുട്ടിയോട് ഇങ്ങനെ കഥ പറയുന്ന രീതിയിൽ കൊഞ്ചുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോവാം എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാ. കാരണം കുട്ടിക്ക് ഇപ്പോ നിങ്ങളെ കുട്ടീന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാല് ബോധ മനസ്സില്ല എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് മൈൻഡിനാണ് പവർ കൂടുതൽ, അവരെ ഉള്ളിലെ മനസ്സിനാണ് ശക്തി കൂടുതൽ. നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്തോ എന്നുള്ളതാണ് കുട്ടിനെ നല്ല. അപ്പൊ കുട്ടി ഉറങ്ങി കിടക്കാന്ന് വിചാരിച്ചിട്ട് എന്താവത് എന്നൊന്നും അറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ കാട്ടുണ്ട്, പറയരുത്. അവരെ സബ് കോൺഷ്യസ് ആണ് കൂടുതൽ അലേർട്ട് ആയിട്ടുള്ളത്. നമ്മുടെ ചിന്തകളാണ് അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. അപ്പൊ എന്റെ കുട്ടി നല്ല കുട്ടിയാണ്, എന്റെ കുട്ടി നല്ല ആക്റ്റീവ് ആണ്, എന്റെ കുട്ടി നല്ല ലക്ഷ്യങ്ങളുള്ള കുട്ടിയാവാനുള്ളതാണ്, എന്റെ കുട്ടി ആളുകളിലും സമൂഹത്തിലും ഒരുപാട് ആളുകളെ ഉള്ള പ്രാർത്ഥനകളുടെ ഉത്തരമാവാനുള്ളതാണ് എന്നൊക്കെ മാത്രം നമ്മൾ ബ്ലസ് ചെയ്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അവരെ അതിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നമ്മളെ കുട്ടീനോട് പറയുകയും ചെയ്യാം, മറ്റു കുട്ടി ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാനുള്ള കുട്ടിയാണ് കേട്ടോ, എല്ലാം ഓരോ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരാണ്. ഒരു എന്താ പറയാ, ഒരു കമ്പ്യൂട്ടർ പോലും, ഒരു ഫോണ് പോലും, ഒരു സൂം മീറ്റ് പോലും കുറെ ആളുകളുടെ പ്രാർത്ഥനയുടെ ഉത്തരാണ്, ചിന്തകളുടെ മറുപടിയാണ് ശരിക്കും. പണ്ട് പഠിക്കാൻ പറ്റാതെ പോയ ആളുകളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ എന്തോ ആയിപ്പോയേനേന്നൊക്കെ.
അതിനൊക്കെയുള്ള ആ ചിന്തകളുടെ ഒക്കെ മറുപടിയായിട്ട് അതിനൊക്കെയുള്ള ഉത്തരമായിട്ട് വന്ന തന്നെയാണ് ഇതൊക്കെ. ഈ സാധനങ്ങളൊക്കെ അങ്ങനെ രൂപം കൊണ്ട തന്നെയാണ്. അപ്പൊ പണ്ട് വഴി ചോദിച്ച് പോയപ്പോ പ്രയാസപ്പെട്ടിന് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും എവിടെ നോക്കിയാൽ നമുക്ക് പോകാനുള്ള സ്ഥലത്തിന്റെ വഴിയൊന്ന് കിട്ടിയില്ലെങ്കിൽ. ആ ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടായി വന്ന തന്നെയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പലരുടെയും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമാവുക എന്നുള്ളത് വലിയൊരു പ്രാർത്ഥന. പക്ഷേ ഈ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും അടിപൊളി പ്രാർത്ഥന എന്നുള്ളത്. അപ്പൊ കുട്ടീനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ഉമ്മച്ചിക്കുട്ടി ഇങ്ങനെ ആവണട്ടോ, നല്ല കുട്ടിയാവണട്ടോ. അതാണല്ലേ ഉമ്മച്ചിക്കുട്ടി എന്താ പറയാ, ഡോക്ടർ ആവണട്ടോ, ഉമ്മച്ചിക്കുട്ടി എഞ്ചിനീയർ ആവണട്ടോ, അങ്ങനല്ല. നമ്മൾ തീരുമാനിക്കണ്ട അവരെന്താവണം എന്നുള്ളത്. അത് അവരെന്തോ ആയിക്കോട്ടെ, നല്ലതാവണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം. നമ്മൾ തീരുമാനിക്കണം നല്ലതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നല്ലതാവണം, നല്ല കുട്ടിയാവണം എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. നല്ലത് എന്ത് എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാനുള്ള മാതൃകകൾ നമ്മളാവണം, നല്ല ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ അവര് ഇമ്മാന്റെ ഈ ക്വാളിറ്റി നല്ല, അല്ലെങ്കിൽ കുട്ടി എന്താ വിചാരിക്കുക, ഉമ്മാന്റെ ഈ ഒരു ക്വാളിറ്റി കൊണ്ട് ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഈ ഒരു ക്വാളിറ്റി എനിക്ക് വേണ്ട, അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് മാതൃകയാക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാവുക, നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദെൻ വേറെ ആരെങ്കിലും മൈക്ക്, രണ്ടാൾക്കേ വീഡിയോ മോഡൊക്കെ ഉള്ളൂ. ആ രണ്ടാളെയും കൈ കാണിച്ചപ്പോ ഞാൻ കണ്ടു, അവരോട് ഞാൻ പറഞ്ഞു ബാക്കി ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ആളുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ ഒരു ഹാർട്ട് ഷേപ്പ് കാണുന്നുണ്ട്, അതിന്റെ മുകളിലൊന്ന് തൊട്ട് കഴിഞ്ഞാല് ഒരു ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ വീഡിയോ മോഡ് ഒന്ന് ഓൺ ആക്കി ഒന്ന് കൈ കാണിച്ചാലും, കൈ ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചാലും ഞാൻ ഓപ്പൺ ആക്കി തരാം. പക്ഷെ നിങ്ങൾ ചെയ്താലേ എനിക്കെന്തോ ചെയ്യാൻ പറ്റുള്ളൂ. അതാ ഓക്കെ. ഫർസാന മാം. ഓക്കെ മാം. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല യൂസ്ഫുൾ ആയി. താങ്ക് യു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സിന് ഇരിക്കുന്നത്. താങ്ക് യു. ഇനി ഇത് കേൾക്കുക എന്നുള്ളത് ഒരു തലം മാത്രമാണ്, കാരണം ഇതൊരു അവയർനെസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇതിന്റെ ടാസ്കുകളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് മാത്രമേ നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുള്ളൂ. മറ്റേത് നമുക്ക് എന്താണ്, ഇങ്ങനെ അറിയാം, ഓക്കെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് മാറ്റിയിട്ട് ഇതിലെ ഓരോ ടാസ്കുകളും എത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നോ അത്രയും റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്, ആർക്കായാലും കേട്ടോ. ടാസ്കുകൾ നല്ല ഫോക്കസ് ചെയ്ത് ഫീൽ ചെയ്ത് ചെയ്യാം. ടാസ്ക് ഉണ്ട് ഇതങ്ങനെ ചെയ്യാം, അങ്ങനെയല്ല. ടാസ്കുകളെ ഫീൽ ചെയ്ത് ഇത് എനിക്കുള്ളതാണ്, എന്റെ കുട്ടിക്കുള്ളതാണ്, എന്റെ ഫാമിലിന്റെ സന്തോഷത്തിലുള്ളതാണ്. ഒരു വീട്ടിലെ ഉമ്മ ഹാപ്പി ആയിരുന്നാൽ ആ വീട് ഫുൾ ഹാപ്പി ആയിരിക്കും. ഒരു വീട്ടിലെ ഉമ്മ ഡള്ളായി പോയി ആ വീട് മൊത്തം ഡള്ള, എന്ത് ഇനിയുണ്ട്, എത്ര സാമ്പത്തികം ഉണ്ടായിട്ട് പോലെ എന്തുണ്ടായിട്ട് ആ വീട് ഡള്ളായിരിക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ കുട്ടികളെ ഹാപ്പി ആക്കിയിട്ടിരുത്തുക, അതിന്റെ കൂടെ നമ്മുടെ ചുറ്റുള്ളതെല്ലാം ഹാപ്പി ആയിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു. ഇതിലുള്ളവരൊക്കെ നമ്മളെ GT-യിലുള്ളവരാ? അല്ല, വേറെ ആളും കൂടെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള. ഷെജിയ ഉണ്ട്, ഷെജിയ കൊട്ടക്കൽ. പക്ഷെ ഇന്ന് കാണാനില്ല. സാധാരണ എപ്പോഴും വീഡിയോ മോഡിലൊക്കെ കാണലുണ്ട്. ഇന്ന് എവിടെ പോയി എന്നറിയില്ല, കാണുന്നില്ല. അതാരാണ്? അപ്പൊ ഫർസാനന്റെ കുഞ്ഞാവ. അതെ. ഇവിടെ എപ്പോഴും ഒരു ഫാമിലി മോഡാണ് ഇട്ടുണ്ടാവുക, കാരണം നമ്മളൊരു 10-11 ആളുകളെ ഉള്ളൂ. നമ്മൾക്ക് ഏറ്റവും ഓപ്പൺ ആയ സ്പേസ് ആണ്, നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് വീഡിയോ മോഡിൽ വരിക. നമ്മൾക്ക് പിന്നെ എവിടുന്നേലും കണ്ടാലും ആദ്യമായിട്ട് കണ്ടൊരു ഫീലേ ഉണ്ടാവൂല എന്നുള്ളതാണ്. കണ്ടാൽ അത്രയും നമുക്ക് ഉണ്ടായി എന്നോട്ടേ അറിയുന്ന ആളുകളെ ഫീൽ ഉണ്ട്. അപ്പൊ ഞാനും ബദറിന്റെ സമയമൊക്കെ കാണുകയാണെങ്കിൽ ഉമ്മയും കുട്ടിയും കുറെ ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന പോലെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോഴേ ഉള്ളത്. അന്നെ എനിക്കറിയാം, ഓ ഭയങ്കര പരിചയമായിരിക്കും. അപ്പൊ ആ ഒരു സ്നേഹം ഉണ്ടാവണം, കാരണം വീട് അതാണ്. വീടിനെ കുറിച്ച് പഠിക്കുന്ന ഈ സ്ഥലവും അങ്ങനെ തന്നെയാണ്. അപ്പൊ വേറെ ആരും ഹാൻഡ് റൈസ് ഒന്നും ചെയ്തിട്ടില്ല. 4:30 ഓക്കെ, ഞാൻ 4:30-5 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ തിരിച്ചെത്തണം. എനിഹൗ, അപ്പൊ ടാറ്റ, ബൈ ബൈ, സീ യു. ടാസ്ക് ഒക്കെ ചെയ്യാ, അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എല്ലാരും, അതാണ് മെയിൻ. അപ്പൊ ഈ കളിയൊന്നും ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ ടീച്ചറാവൂല്ലേ? അപ്പൊ ടീച്ചറും HM ഒക്കെ ആവും പെട്ടെന്ന്. കാര്യങ്ങൾ നടക്കണ്ടേ. നിങ്ങൾ പൈസ ഒക്കെ തന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവണം എന്നത് പിന്നെ എന്റെ ബാധ്യതയാണ്. അപ്പൊ നിങ്ങൾ ടാസ്ക് ചെയ്തു എന്ന് ഉറപ്പിക്കൽ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏതായാലും ഗ്രൂപ്പിൽ കാണാം എല്ലാരെയും. താങ്ക് യു സോ മച്ച്.